ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി റളിയല്ലാഹു അൻഹു. ഏറെ ആദരവുകളുള്ള പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾ, ഉസ്താദുമാർ, ഏറ്റവും ഇഷ്ടക്കാരായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സംഘടനാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കരഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നൊരു ദിവസമാണ് ഇന്ന്. കാരണം മുഴുവൻ ആൾക്കാരും, എതിരാളികൾ പോലും സുൽത്താനുൽ മുസ്താദിൻ്റെ അപാരമായ നേതൃപാടവത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഉള്ളത്. വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ ആ നിയമം നിലവിൽ മരവിപ്പിച്ചപ്പോൾ അതിന് കാരണക്കാരനായത് ഷെയ്ഖുന ഉസ്താദാണല്ലോ എന്നോർക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഉസ്താദിൻ്റെ ഓരോ രോമങ്ങളും നരച്ചുപോയത് ഈ ഉമ്മത്തിനു വേണ്ടിയും ദീനിൻ്റെ ഇസ്സത്തിനു വേണ്ടിയാണല്ലോ എന്നിങ്ങനെ ഉസ്താദിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് കുറേ കരഞ്ഞുപോയി. നേരത്തെ നമ്മളൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ വശമെങ്കിലും ആവണം. നമ്മളെ കൊണ്ട് ഈ ദീൻ എങ്ങനെയെങ്കിലും ഇസ്സത്തിലെത്തണം. ഒരു ഘട്ടത്തിൽ പോലും ദീനിനൊരു പോറൽ നമ്മളെ കൊണ്ട് വരരുത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കപ്പൽ യാത്രയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുള്ള വലിയ എമൗണ്ട് ദീനാർ, സ്വർണം കടലിലേക്ക് എറിയുന്നുണ്ട്. കാരണം ആ കപ്പലിൽ ഒരു കള്ളനുണ്ടായിരുന്നു, ഒരു ഫാസിഖ്. അയാൾ ബുഖാരി ഇമാമിൻ്റെ ഈ സ്വർണം കണ്ടിട്ട് എൻ്റെ സ്വത്ത് മോഷണം പോയി എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും ലഗേജ് ഇപ്പം സെർച്ച് ചെയ്യും. അപ്പോൾ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെതും സെർച്ച് ചെയ്യും. ഒരു നിമിഷത്തേക്ക് ബുഖാരി ഇമാം തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് തൻ്റെ സ്വർണം കടലിലേക്ക് എറിയുന്നത്. അൽ ഫവായിദുദ് ദറാറിയിൽ ഇമാം അജലൂനി തങ്ങൾ ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. കുറേ കിതാബുകളിലുണ്ട് അത്. കരയിലെത്തിയപ്പോൾ ഈ കള്ളൻ ചോദിക്കുന്നുണ്ട് ബുഖാരി ഇമാമിനോട്, നിങ്ങൾ എന്തിനാണ് അത് എറിഞ്ഞത്? 1000 സ്വർണം കടലിലേക്ക് എറിയണമെങ്കിൽ നിങ്ങൾ എന്തിനാ എറിഞ്ഞത്? അപ്പോൾ നിന്റെ സ്വത്ത് മോഷണം പോയി എന്ന് നീ കളവ് പറഞ്ഞ ഘട്ടത്തിൽ എല്ലാവരുടെയും ലഗേജ് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ലഗേജിൽ എങ്ങനെ അത് കണ്ടാൽ, ഞാൻ ഇത്രകാലവും അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ പറയുന്നതിൽ ഒരു വിശ്വസ്തത ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് സ്വത്ത് എൻ്റെതാണ്, പക്ഷെ ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നിട്ട് അങ്ങനെ കണ്ടാൽ പിന്നെ എന്നെ കൊണ്ട് എൻ്റെ ഹബീബായ തങ്ങളുടെ ഹദീസിൻ്റെ ഒരു വിശ്വസ്തത നഷ്ടപ്പെടും. അതെന്നെ കൊണ്ടാവില്ല. കൂട്ടുകാരെ, നമ്മൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മളെ മാനദണ്ഡം എന്താവേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ ദീനിനൊരു പോറൽ പോലും നമ്മളെ കൊണ്ട് ഏൽക്കരുത്. അത്രയും നിഷ്കളങ്കമായ, വൃത്തിയുള്ള, ശുദ്ധിയുള്ള ഒരു ജീവിതം ആവണം. അതാണ് നിങ്ങൾ ഇന്നത്തെ പരിപാടിയുടെ ഒരു ടൈറ്റിൽ ഞാൻ ശ്രദ്ധിച്ചു. അൽ ഹുളൂർ എന്നെങ്ങാനാണ് എൻ്റെ ഒരു പോസ്റ്ററിൽ കണ്ടത്. എന്താണ് അതിൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വ ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. 3 ആൾക്കാർ ബൈക്കിൽ പോകുന്നു. ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഇല്ല, 3 ആൾക്കും ഹെൽമറ്റും ഇല്ല. ആ ബൈക്കിനാണെങ്കിൽ മിററും ഇല്ല. ഇനി എന്താ വേണ്ടത്? ക്വാളിറ്റി എല്ലാമായി. ബൈക്കിൽ ഒരു പോലീസ് ജീപ്പ് അവരെ പിന്തുടരുന്നുണ്ട്. എന്നിട്ടും അവരുടെ കുതിരക്കളി അവർ നിർത്തിയില്ല. അവർ ഒരു ഡാൻസ് മോഡലിൽ ഇങ്ങനെ റേസ് ചെയ്ത് പോവുകയാണ്.
പോലീസ് അവരെ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർ ആ കുതിരക്കളി നിർത്തണമെങ്കിൽ, കുരുത്തക്കേട് നിർത്തണമെങ്കിൽ പോലീസ് കാണുന്നുണ്ട് എന്ന് അവരറിയണം. അല്ല നമ്മളെന്തായാലും കാണും. അല്ല കാണുന്നുണ്ട് നമ്മൾ അറിഞ്ഞാലേ നമ്മൾ നന്നാവുള്ളൂ. അത് ഏറ്റവും പ്രധാനമാണ്. ഫഇല്ലം തകുൻ തറാഹു, നീ അള്ളാഹനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ആ ഡിഗ്രിയിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഫഇന്നഹു യറാക്ക്, അല്ല നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധമെങ്കിലും മിനിമം വേണം എന്നാണ് ഇഹ്സാൻ്റെ താല്പര്യം. അതാണ് ഇതിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പ്. ഇതിനൊരു 5-6 സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് പറഞ്ഞു നോക്കാം. ചിലപ്പം പകുതിക്ക് വെച്ച് അവസാനിക്കും, പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. എന്താണ് ഈ പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത്? അള്ളാഹ് എന്ന് പറയുന്ന ഒരു ഉൾവിളി ഒരാൾക്കുണ്ടെങ്കിൽ, ആ ഉൾവിളി ഉണ്ടെങ്കിൽ ആദ്യം അയാൾക്ക് അള്ളാഹു കൊടുക്കുന്നത് യഖ്ലത്തായിരിക്കും. ആദ്യം അയാൾക്ക് കിട്ടുന്ന സ്റ്റെപ്പ് യഖ്ലത്തായിരിക്കും. എന്താണ് യഖ്ലത്ത് എന്ന് പറഞ്ഞാൽ? ഉണർവ് എന്നാണ് അതിൻ്റെ മലയാളം. ഈ കിതാബിൻ്റെ ടെർമിനോളജികൾക്ക് എഴുത്തച്ഛൻ്റെ ഭാഷ ഒരിക്കലും സ്യൂട്ടല്ല. ശരിക്ക് ആ ഭാഷക്ക് കുറേ പരിമിതികളുണ്ട്. മലയാളത്തിൽ അങ്ങനെ കുറേ ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ടൊന്നും ഫിറ്റാവില്ല. ഉദാഹരണം പറഞ്ഞാൽ ചില ആൾക്കാരുടെ ബുർദ വ്യാഖ്യാനങ്ങളിലൊക്കെ കാണാം, ബാഷ്പകണങ്ങൾ അശ്രുകണങ്ങളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ ബൂസൂരി നീ കരയുന്നത്? എന്താ ഇപ്പം പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു അക്ഷരഭാഷ മാത്രമേ ആയിട്ടുള്ളൂ. ആശയത്തിൻ്റെ കാമ്പിലേക്ക് കിടക്കണമെങ്കിൽ അറബി തന്നെ പഠിക്കണം. അല്ലാത്ത കാലത്തോളം എത്ര വിശദീകരിക്കപ്പെട്ടാലും അതിൻ്റെ ഒരു സംഗതി കിട്ടൂല. അതാണ് അതിൻ്റെ ഒരു സംഗതി. അത്ര തന്നെ. അത് വേറെ എന്താ പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഉസ്താദ്മാരൊക്കെ ഈ മലയാളത്തിലേക്ക് വരുമ്പോൾ പരമാവധി ചിലപ്പോൾ അറബി പദങ്ങൾ തന്നെ ആ ലദ്ദത്തിൽ ഉപയോഗിച്ച് പോരുന്നത്. അറബിയോളം ശക്തി എന്തായാലും മലയാള ഭാഷയ്ക്ക് ഇല്ല എന്നർത്ഥം. അപ്പോൾ ഈ യഖ്ലത്ത് എന്ന് പറഞ്ഞാൽ ഉണർവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൽബൻ ഇതാ നാമത്തിൽ ഐനാനി ലമ്മി അനമി, കണ്ണുറങ്ങിയാലും കൽബ് ഉറങ്ങൂല അമ്പിയാക്കളുടേത്. അത് വേണമെങ്കിൽ നമുക്ക് ലൈവിലുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലൈവിലുണ്ടാവും. അതുകൊണ്ടാണല്ലോ അമ്പിയാക്കൾ ഉറങ്ങിയാൽ ഒളു മുറിയൂലല്ലോ. ഒരു നബിയുടെയും ഒളു മുറിയണില്ലല്ലോ ഉറക്കത്തിൽ. എന്തുകൊണ്ട്? അവരുടെ കൽബ് എപ്പോഴും ലൈവിലുണ്ടാവും. നുബുവത്തുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളല്ല. ഞാൻ അതിൻ്റെ ഒരു മുഷാക്കലൻ്റെ അധ്യായത്തിൽ നിന്ന് ഒരു ഉദാഹരണം കൊണ്ടുവരികയാണെങ്കിൽ, സാറ്റർഡേ ആൻഡ് സൺഡേ കമ്പനി ലീവാണെങ്കിലും മൺഡേ വന്നിട്ട് സാറ്റർഡേ സൺഡേ വന്ന ജിമെയിൽ വന്നിട്ട് ചെക്ക് ചെയ്യുക. അത് ഓപ്പൺ ആയിരിക്കും. ഷോപ്പ് ക്ലോസ് ആണെങ്കിലും മെയിൽ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തിരിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് തന്നെയാണ് നല്ലത്. ഇതേ മാറ്റർ അടുത്ത ക്ലാസ്സിനും പറയാമല്ലോ. മനസ്സിലായിട്ടോ പറയുന്നത്? അപ്പോൾ നമ്മുടെ കൽബ് എപ്പോഴും ലൈവിൽ ഉണ്ടാവണം എന്നർത്ഥം. ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിലായിരിക്കും, ഡ്രൈവിങ്ങിലായിരിക്കും എപ്പോഴും, പക്ഷെ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ പോവില്ല. അതാണ് കാര്യം. ഞാൻ എൻ്റെ നിസ്കാരത്തിൽ സൈന്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയണത്, ഉമർന്നാൻ അമ്മാതിരി ശക്തിയുണ്ട് കൽബിന്. സംഭവം യഖ്ലത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. യഖ്ലത്ത്, കൽബ് എപ്പോഴും അള്ളാഹുമായിട്ട് ബന്ധം ഉണ്ടാവുന്നതാണ് ആ പറയുന്നതിൻ്റെ ഒരു താല്പര്യം. യഖ്ലത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ദെൻ അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഓഫറാണ് തൗബ എന്ന് പറയുന്നത്. തൗബ. ഈ തൗബയാകുമ്പോൾ അയാൾ ഇന്നലെ വരെ കഴിഞ്ഞു പോയതെല്ലാം വീണ്ടെടുത്ത്, ഇപ്പം യാസീൻ സൂറത്ത് കാണാതെ പഠിച്ച് മറന്നുപോയിനെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കും. കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, പൊരുത്തപ്പെടിക്കാനുള്ളവരൊക്കെ പൊരുത്തപ്പെടിച്ച്, അങ്ങനെ അതിൻ്റെ ഒരു ഹൈ ലെവൽ എന്താണെന്ന് വെച്ചാൽ, റിയാഹുൽ ഖൈസി തങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ ചെയ്ത അബദ്ധങ്ങളൊക്കെ ഒന്ന് എണ്ണി നോക്കിയാലോ. അങ്ങനെ എണ്ണി നോക്കിയപ്പോൾ കിട്ടിയത് 42 അബദ്ധങ്ങളാണ്. വിവിധ റിപ്പോർട്ടുകളുണ്ട്. ഞാൻ ഇബ്നു റജബുൽ ഹംബലി തങ്ങളുടെ റിസാല വെച്ചിട്ടാണ് പറയുന്നത്.
അവരുടെ തെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹറാമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഉദാഹരണത്തിന് വലതുഭാഗത്ത് തുപ്പിപ്പോയത് അവർ വലിയ തെറ്റായിട്ടാണ് കാണല്. ഉൻസുൽ മുഹാലറയിലുണ്ടല്ലോ, 2 മക്കൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉപ്പ ബേക്കിന്ന് കേൾക്കുകയാണ്, എന്താ ഈ മക്കൾ പറയണത്. അത്യാവശ്യം വയസ്സുണ്ട് 2 മക്കൾക്കും. അപ്പോൾ ജ്യേഷ്ഠൻ അനുജനോടും അനുജൻ ജ്യേഷ്ഠനോടും സംഭാഷണം നടത്തുകയാണ്, എന്താണ് ഏറ്റവും വലിയ ചെയ്ത തെറ്റ്. അപ്പോൾ ഒരാൾ പറയാ, ഞാനിങ്ങനെ ഒരു പറമ്പിലൂടെ നടക്കുമ്പോൾ ഒരു നെൽക്കതിരിൽ നിന്നൊരു നെല്ലെടുത്തിട്ട് പറിച്ചുപോയി. അപ്പം ഞാൻ ചിന്തിച്ചു, അല്ല ഇത് എൻ്റേതല്ലല്ലോ, ഞാനെങ്ങനെ ഇത് പറിച്ചത് റബ്ബേ, അവിടെ തന്നെ വെച്ചു. അത് ഓർക്കുമ്പോൾ എപ്പോഴും ഒരു ടെൻഷനാണ്. ഇതാണ് എൻ്റെ 10-30 കൊല്ലത്തെ ജീവിതത്തിനിടയിലുള്ള ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ചോദിച്ച ആളോട് ഉത്തരം പറഞ്ഞ ആൾ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റേതാണെന്ന്. ഞാനൊരിക്കൽ നിസ്കരിക്കുമ്പോൾ നേരെയാണല്ലോ നിൽക്കേണ്ടത്, നേരെ നിൽക്കണമല്ലോ നിസ്കരിക്കുമ്പോൾ. ഒരു കാലിലേക്ക് ഡിപ്പെൻഡഡ് ബിലാവുതരിൻ പറ്റില്ലല്ലോ. ഞാനൊരു കുറച്ച് സമയം ഇങ്ങനെ നിന്നു എന്നറിയാണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇത് 2 മക്കളിൽ നിന്ന് കേട്ടപ്പോൾ ഉപ്പ ഉപയോഗിക്കുന്നതായിരുന്നു, ഇനി എന്തെങ്കിലും ഇതിനേക്കാൾ വലുത് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മക്കളെ മരിപ്പിച്ചേക്ക്. ആ 2 മക്കളും ആ സ്പോട്ടിൽ മരിച്ചുപോയി അത്ര. ഇതാണ് ഈ മഹാന്മാർക്ക് തെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തെറ്റായിട്ട് കാണുന്നത്. ഇതാണ് സംഭവം. അങ്ങനെ ഒരു 42 തെറ്റിങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ സംഭവിച്ചു പോയത്. അപ്പോൾ അതിന് തൗബ അവരെങ്ങനെ ചെയ്യണമെന്നറിയാം. ഒരു തെറ്റിന് പകരം 1000 റക്അത്ത് സുന്നത്ത് സ്കരിച്ചു. അപ്പം 42,000 റക്അത്ത്. ഓരോ റക്അത്തിൽ ഓരോ ഹത്ത് ഓതി തീർത്തു. 42,000 ഹത്തുമ. ഓരോ തെറ്റിനും 1,00,000 ഇസ്തിഗ്ഫാറും ചൊല്ലി 42 ലക്ഷം ഇസ്തിഗ്ഫാർ. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്തപ്പോൾ എനിക്കൊരു തോന്നലുണ്ട് എൻ്റെ പുറത്ത് വന്നു, അത് തോന്നിപ്പോയതാണ് പുറത്തേറണം, അത് 43-ാമത്തേതാക്കല്ലേ, ആ 42 പുറത്തിട്ടില്ലെങ്കിൽ അടുക്കട്ടെ, ഇതൊരു പുതിയ തെറ്റായക്കല്ല, അത് എനിക്ക് തോന്നിപ്പോയതാണ്, അറിയാണ്ട് തോന്നിപ്പോയതാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ തൗബ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ശരിക്കും നമ്മളെ നാട്ടിൽ തൗബ സദസ്സും കൂട്ടക്കരച്ചിലും ഉണ്ടായിരിക്കുന്നതാണ് നോട്ടീസൊക്കെ കൊടുക്കും. തൗബ എന്ന് പറഞ്ഞാൽ അത്തൗബത്തു അന്നദം, ഹൃദയമാണ് ശരിക്കും. കൽബൻ ഇതാ നാമത്തില്ല ഇനാനിലം യനമി. കുറേ കാലമായില്ല നമ്മൾ ബുർദയൊക്കെ പാടുന്നത്. ഇനി കുറച്ച് ബുർദ പഠിച്ചു നോക്കി നിങ്ങൾ, നല്ല രസമായിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ബുർദ പഠിക്കാൻ പറഞ്ഞാൽ. അത്ഭുതമായിരിക്കും. സമയമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വഴിയെ ചില ഉദാഹരണങ്ങൾ ബുർദയിൽ നിന്ന് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അവർ രണ്ടാമത്തെ ഒന്ന് യഖദത്ത്, ദെൻ തൗബ. പിന്നെ മൂന്നാമത്തെ ഒരു സംഗതിയിലേക്ക് അള്ളാഹു എത്തിക്കുന്നത് എന്താ വെച്ചാൽ, തൗബയും കൂടി കഴിഞ്ഞാലും മൂന്നാമത്തെ എത്തിക്കുന്നത് അള്ളാഹുലേക്ക് എത്തുന്ന വിസ്വാലിലേക്കുള്ള സഞ്ചാര വഴികളാണ് ഞാൻ പറയണത് കേട്ടോ. ഇഖ്ലാസാണ് മൂന്നാമത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇപ്പോൾ ഇഖ്ലാസ്? നമ്മളെ ജാമിഉൽ ഉലൂം വൽ ഹിക്കമിലുണ്ട് അതിൻ്റെ ഒരു ആശയം. മണലിലൂടെ നടക്കുന്നവനെ പോലെയാണ് മുഖ്ലിസ്. മണലിലൂടെ നടന്നാൽ നടന്നതിൻ്റെ അടയാളം ഉണ്ടാവും, പക്ഷെ നടന്നതിൻ്റെ ശബ്ദങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടാവുമോ മണലിലൂടെ നടന്നാൽ? അതേപോലെ അയാൾ ജീവിച്ചതിന് കുറേ അടയാളങ്ങൾ ഉണ്ടാവും. കുറേ കിതാബ് എഴുതിയിട്ടുണ്ടാവും, പുസ്തകം, കെട്ടിടം, സ്ഥാപനങ്ങൾ, അങ്ങനെ. പക്ഷെ ഒറ്റ അയാളാണ് എടുത്തുനിന്ന് ശിലാസ്ഥാപനത്തിലോ ഫോട്ടോത്തിലൊന്നും ഉണ്ടാവില്ല. അയാൾ അതൊന്നും കാണിക്കുമല്ലോ. മൂപ്പര് ചെയ്തതിൻ്റെ അടയാളം ഉണ്ടാവും, പക്ഷെ ശബ്ദങ്ങൾ, ഫോട്ടോ ഒന്നും എവിടെയും ഉണ്ടാവില്ല. അതാണ് സംഭവം. അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്ന സംഭവം. ഈ പ്രാവശ്യം നബിദിന ക്യാമ്പയിൻ 3 മാസത്തേത് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ആരാ കൺവീനർ നോക്കണമെന്ന് ആ കോളർ അനക്കലോട് കൂടി പോകുന്ന അർത്ഥം. തീർന്നു. പിന്നെ മധുഹം സ്വലാത്തും എങ്ങനെ ഇല്ലാലും കൂലിയുണ്ട് എന്നുള്ള ചർച്ചയൊക്കെ ഒരു ഡീപ്പ് സ്റ്റഡി നടത്തേണ്ട ഏരിയ കൂടിയാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, റൂഹുൽ ബയാനിലുണ്ടല്ലോ, ഒരാളിങ്ങനെ സൂറത്തു ത്വാഹ ഓതിക്കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നത്തിൽ ഒരു ഏട് പിടിച്ചിട്ട് ഒരാളെയാണ് കാണുന്നത്. അയാളുടെ കയ്യിൽ ഒരു ഏടുണ്ട്, ആ ഏടിൽ ത്വാഹ സൂറത്ത് എഴുതിയിട്ടുണ്ട്. ഈ സ്വപ്നം കണ്ട ആൾ ചോദിച്ചു, ഓതിയ ആൾ ചോദിച്ചു, അതെന്താണ്? നിങ്ങൾ ഓതിയ സൂറത്ത് ത്വാഹയാണ്. അതെന്താ 10 10 10 എന്ന് കാണുന്നത്? ഞങ്ങൾ ഓതിയ ഓരോ അക്ഷരത്തിൻ്റെയും കൂലിയാണ്. യാ റബ്ബ്,
അതിൻ്റെ 2 വരീൻ്റെ താഴെ കൂലിയില്ലേ, ബ്ലാങ്ക് ആണല്ലോ കാണുന്നത്. അത് നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വീടിൻ്റെ പുറത്തുള്ള ജനലിലൂടെ ഒരാൾ പോകുന്നത് നിങ്ങൾ ആ വെളിച്ചത്തിൽ ആ നിഴൽ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് സൗണ്ട് കൂട്ടിയിട്ട് ആ 2 വരി പോയിന്. അങ്ങനെ തന്നെയല്ലേ നമ്മളിപ്പോൾ എന്തോ ഒരു കാര്യം ഡെക്കറേഷൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കൊടി കെട്ടിക്കൊണ്ടിരിക്കുന്ന പതാക എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ്മാരായിട്ട് പാതിരാക്കാറ്റം വന്ന് നമ്മളെ കണ്ട് മാഷാ അല്ലാ നിങ്ങളാണ് ചെയ്യുന്നത്, നേരത്തെ ഉണ്ടോ? ഞാൻ 8:30 മുതലേ ഉണ്ട്. 8:30 മുതലേ അള്ള കാണുന്നതിൽ യാതൊരു സന്തോഷം നമുക്കും ഇല്ല. ഇപ്പോൾ ഒരു ഉസ്താദ് കണ്ടതിൽ എന്തോ ഒരു സന്തോഷമാണെങ്കിൽ അതിലെന്തോ ഒരു സംഗതി ഉണ്ട്. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, വേഗം മനസ്സിലാവും. നമുക്കുള്ള സാധനമൊക്കെ വേഗം മനസ്സിലാവും. അപ്പോൾ ഒരു സംഗതിയാണ് സംഭവം. ഈ അഖ്ലിസ് വദ അല്ലാ തുരീദ ബിത്വാഅത്തിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യമാണ് ഞാൻ പറയണത്. ഭയങ്കര സാധനമല്ലേ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ചിലയാൾ നമ്മൾ വേഗം വിധി ചെയ്തു അയാൾ ഭയങ്കര മുഖ്ലിസാണ്. നമുക്കെങ്ങനെ മനസ്സിലായേ? നമുക്കെങ്ങനെ മനസ്സിലായാണ് മുഖ്ലിസാണ്? അങ്ങനെയാണ് ഈ ഇഖ്ലാസിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന മെയിൻ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അയാളെ ആര് തെറ്റ് തിരുത്തിയാലും അയാൾ അംഗീകരിക്കും എന്നുള്ളതാണ്. നീ ആരോ പറയാൻ, നീ എൻ്റെ ജൂനിയർ അല്ലേ എന്ന് തോന്നിയ പ്രശ്നം. സമപ്രായക്കാരായ ആൾക്കാരും ജൂനിയറായ ആൾക്കാരും തെറ്റ് നമുക്ക് തിരുത്തി തന്നാൽ അംഗീകരിക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ അത് കിബറിൻ്റെ അടയാളം. ഈ ഹീലുണ്ടല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം, മറ്റുള്ളവരെ നമ്മൾ നന്നായി അംഗീകരിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനെ കുറിച്ച് ഒരാൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ നല്ല ആളാണ്, അയാളുടെ ഗുണങ്ങൾ ഇങ്ങനെ പറയും. പക്ഷെ നമ്മളിൽ പലപ്പോഴും തിരിച്ചാണ്ടാലും, എൻ്റെ കൂടെയാണ് അയാൾ പഠിച്ചത്, അതെ ഭയങ്കര കിതാബിയാണല്ലേ, അങ്ങനെ വലിയ കിതാബിയൊന്നുമല്ലല്ലോ, അങ്ങനെ വലിയ കിതാബ്. എങ്ങനെ അംഗീകരിക്കാൻ നമ്മളെ കിബർ സമ്മതിക്കൂല. അതാണ് നമ്മളൊരു പ്രശ്നം. നിങ്ങളുടെ കൂടെയാണ് അയാൾ പഠിച്ചത്, അതെ 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 ഭയങ്കര ഉഷാറല്ലേ, അല്ല അങ്ങനെ ഉഷാറെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച ആരും നന്നാവില്ലല്ലോ പൊതുവേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഷറഹ് അങ്ങനെയാണ് വരുന്നത്. നമ്മൾ അംഗീകരിക്കില്ല. ഏറ്റവും ചുരുങ്ങിയത് എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചാൽ, അപ്പോൾ മികച്ച ഒരു പ്രതിഭ ഈ കോളേജിൽ നിന്ന് നമ്മുടെ ഈ കൂട്ടത്തിൽ നിന്ന് രൂപപ്പെട്ടു എന്ന് കരുതുക. ദീനി ദാവ രംഗത്ത് എഴുത്തിലോ പ്രഭാഷണത്തിലോ ക്ലാസ് അവതരണത്തിലോ സംഘാടനത്തിലോ എവിടെയെങ്കിലും. അപ്പം അയാളെ കുറിച്ച് നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ പറയണ നിങ്ങളുടെ കൂടെ അയാൾ പഠിച്ചത്, പിന്നെ അവിടെ നിങ്ങളുടെ സ്ഥാപനത്തിലാണ് പഠിച്ചെന്ന് പറയുന്നത്. സ്ഥാപനത്തിൽ തന്നെ, പക്ഷെ എൻ്റെ എല്ലാം കുറേ ജൂനിയറാണ് വന്നു, മദ് ലാസിമ. കാരണം എങ്ങനെയെങ്കിലും ഇകഴ്ത്താനുള്ള ഒരു ഉമ്മ നമുക്ക് കിട്ടിയാൽ നമ്മൾ ചെയ്യും. അതൊക്കെ നമ്മുടെ കൽബിൽ പിശാച് മുട്ടയിട്ടതിൻ്റെ അടയാളം. എന്താ അത് പറഞ്ഞിട്ട് കാര്യം? ഒരാളെ ചെറുതാക്കാൻ ഏതെല്ലാം തരത്തിൽ നമുക്ക് പറ്റുമോ അതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളായിട്ടുണ്ടാവുക. നമുക്ക് പ്രധാനമായിട്ടും കൽബിയായ രോഗങ്ങളെ ഇബിലിസ് കുറേ വല വിരിച്ച് തരുള്ളൂ. കാരണം ഏറ്റവും ഹൈ ലെവൽ ക്വാളിറ്റിയുള്ള ഇൽമ എന്ന നൂറാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് തകർക്കണമെങ്കിൽ സാധാ അവാമ് ചെയ്യുന്ന തെറ്റൊന്നും നമുക്ക് തന്നാൽ നടക്കൂല എന്ന് ഇബിലീസിൻ്റെ. കാരണം ഇബിലീസിന് എല്ലാ മാർക്കറ്റും അറിയാം. 1,00,000-ലധികം അമ്പിയാക്കളെ കാലത്ത് ജീവിച്ചുകൊണ്ട് തന്നെ മൂപ്പർക്ക് ഏത് സീസണാണ്, ആരെയാണ്, എങ്ങനെയാണെന്നൊക്കെ മൂപ്പർക്ക് അറിയാം. അഖില ലോക പ്രതിപക്ഷ നേതാവാണ് ഇബിലീസ് എന്ന് പറയുന്നത്. അതിൻ്റെതായ സംഗതി മൂപ്പരെടുത്തുണ്ടാവും. മുത്തലിമീങ്ങളെ പറ്റിക്കാനായിട്ടൊരു കാറ്റഗറി അവരിൽ ഉണ്ട് താൻ. നിങ്ങൾ കണ്ടില്ല ഇങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? സിയറു അലാമിൻ നുബലായിൽ അടക്കമുണ്ട്. അപ്പോൾ വലുത് എന്ന പ്രയോഗത്തിൻ്റെ താല്പര്യം പ്രായം കൊണ്ട് വലുത് ആരെന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. സിയാഖ് എന്ന് മഹാനവറുകൾക്ക് മനസ്സിലായി. ഉപ്പാൻ്റെ സഹോദരനാണ് അബ്ബാസ് റളിയല്ലാഹു, തങ്ങളുടെ ഉപ്പാൻ്റെ സഹോദരൻ. പ്രായം കൊണ്ട് അബ്ബാസ് തങ്ങൾ തന്നെയാണ് വലുത്. പക്ഷെ വലുത്
എന്ന പ്രയോഗം തങ്ങളുടെ കൂടെ ഞാൻ വലുത് എന്ന് പറയുന്നത് ഒരു അദബ് കേടാവോ എന്ന് വിചാരിച്ചിട്ടേ അബ്ബാസ് തങ്ങൾ പറഞ്ഞ ഉത്തരം എന്താ പറയാം, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു പറയാ, ഹു അക്ബറു മിന്നി, മുത്തുനബിയാണ് എന്നേക്കാൾ വലുത്, വൗലിത്തു കബലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചെന്നേ ഉള്ളൂ. എന്താ രസലഹ മറുപടി. ഓ, എങ്ങനെയാ അതിനെ ഇനി വ്യാഖ്യാനിക്കാം നമ്മൾ? ആ അക്ഷരങ്ങൾക്ക് എത്രമാത്രം ശക്തിയുണ്ട് നോക്കി നിങ്ങൾ. ഇങ്ങനെ ആവുമ്പോഴാണ്, ഈ ഇഖ്ലാസ് കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരാളിൽ എന്തുണ്ടാവുക എന്നറിയാം, അയാൾ അബ്ദുള്ളയായി മാറുക. നമ്മൾ ഈ റബീഉൽ അവ്വലിൻ്റെ ക്യാമ്പയിൻ നേരത്തെ തന്നെ മാണി ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു എന്ന് സംഘാടകർ അറിയിച്ചു. അപ്പോൾ നമ്മൾ റബീഉൽ അവ്വലൊക്കെ ആവുമ്പോഴേക്ക് എന്താണ് ആവേണ്ടതെന്ന് വെച്ചാൽ, എന്താവേണ്ടത്? നമ്മളൊരു അബ്ദുള്ളയായി മാറുക, വേറൊന്നും വേണ്ട. അതന്നെ ഏറ്റവും വലിയ മഹബത്ത്. വേറെന്തല്ലോ ജഗബൊഗകളൊന്നും നമ്മൾ കാണിക്കരുത്. ഏറ്റവും കൂടുതൽ കിതാബ് മുത്താല ചെയ്യേണ്ടത് റബീഉൽ അവ്വലില. അപ്പോഴല്ലേ തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവുക. രാവിലെ മൗലിദ്, ഉച്ചക്ക് മൗലിദ്, വൈകുന്നേരം മൗലിദ്, രാത്രി മൗലിദ്, പിന്നെ പാതിരാക്ക് മൗലിദ്. കിതാബ് തീരെ ഓതുന്നില്ല റബീഉൽ അവ്വലിൽ. ഇതെന്ത് ഇഹ്യാഉ സുന്നത്തൻ? മൗലിദൊക്കെ വേണം ശരി. അപ്പോഴും നമുക്ക് ഒരു അബ്ദുള്ളയാവാനുള്ള യാത്ര ആരംഭിക്കണം. എന്താണ് ഈ അബ്ദുള്ളയാവുക എന്ന് പറയുന്നത്? മനുഷ്യരിൽ കുറേ വിഭാഗങ്ങളുണ്ട്. അബ്ദുൽ സൗജ, ഭാര്യൻ്റെ അടിമ; അബ്ദുൽ ദീനാർ, പൈസൻ്റെ അടിമ; അബ്ദുൽ ഹവ, ശരീരത്തിൻ്റെ അടിമ; അബ്ദുൽ ഇഹ്സാൻ, ആരെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്താൽ അയാളെ വേക്കിൽ പോകുന്ന ആള്. ഇതിലൊന്നും നമ്മൾ പെടാതെ നമ്മൾ ആയിത്തീരേണ്ടത് അബ്ദുള്ളയാണ്. അബ്ദുള്ള, ലോകത്തെ ഏറ്റവും വലിയ അബ്ദുള്ള മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ ഈ അബ്ദുള്ളയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അബ്ദ് എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ടാണ് തങ്ങൾക്ക് കിട്ടിയ വലിയ വലിയ മഹത്വങ്ങളൊക്കെ പറയുമ്പോൾ ഖുർആനിൽ തങ്ങൾ അബ്ദാണ് എന്നുള്ള പ്രയോഗം അള്ളാഹു നടത്തും. അപ്പോൾ അള്ളാഹു തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാ? ഖുർആന്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, എൻ്റെ അടിമക്ക് എടുത്തത് അബ്ദ് അബ്ദ് അബ്ദ്. തങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ കൊടുത്തൊരു യാത്രയാണ് ഇസ്രാ. സുബ്ഹാനല്ലദീ അസ്റ, എൻ്റെ അടിമനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയിട്ട് എന്താ കൊടുത്തതെന്നല്ല നിങ്ങളെ ആലോചന? വൗഹ ഇല അബ്ദിഹി മൗഹ, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒക്കെ അബ്ദു പറയും. ഷഹാദത്തിൽ വരെ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു കഴിഞ്ഞിട്ട് എന്ത് പറയുന്നത്? ഈ അബ്ദ് എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റിയാണ്. ഈ ലിബറലിസം പരാജയപ്പെടുന്ന അവിടെയാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു താഴെ അണ്ടറിൽ നിന്നോളാം എന്നുള്ളതാണ്. ലിബറലിസം എന്ന് പറഞ്ഞാൽ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. ഞാൻ ഉറങ്ങണം വിചാരിച്ച സമയത്ത് ഉറങ്ങും, ഞാൻ പോകും, അതിൻ്റെ അപ്പുറമില്ല ഇപ്പുറമില്ല. കണ്ടോ? അല്ലടാ ആ പെണ്ണ് നിനക്ക് പറ്റൂലടോ, ഞാൻ കെട്ടിയിരിക്കും. മോനെ അത് ഹറാമാണല്ലോ, അങ്ങനെ നോക്കിയിട നടക്കൂല. ഒരാൾ അണ്ടറിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സ്വതന്ത്രവാദത്തിൻ്റെ പ്രശ്നം. അവിടെയാണ് ഈ മഹബത്ത് നമ്മളിൽ ഉണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ തങ്ങളെപ്പോഴും അബ്ദായിട്ടാണ് പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചിനോന്ന് അറിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കോഡ്ലെസ് മെയ്ക്ക് വന്നിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ പറയൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും ഇന്നി അബ്ദുല്ലാഹി എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്തെങ്കിലും നിലത്തിയിരിക്കുന്നത് അജിലിസു കമാ യജിലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം. കണ്ട, അടിമ അബ്ദ്. തങ്ങളെന്ത് ഇങ്ങനെ മുട്ട് കുത്തിയിട്ടൊക്കെ തിന്നുന്നത്? ആക്കുലു കമാ യക്കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. അപ്പോൾ ഒരു മലക്ക് വന്നിട്ട് തങ്ങളോട് ചോദിച്ചു, തങ്ങൾക്ക് രാജാവാകുന്ന നബി ആവാനാ താല്പര്യം, അല്ല ഒരു അടിമയാകുന്ന നബി ആയിക്കോളാം. തങ്ങളെന്തിങ്ങനെ കാല് നീര് കെട്ടുന്നവരെ നിസ്കരിക്കണത്? അഫലാഹുന അബ്ദ്, വലിയ സംഭവമൊന്നും എനിക്ക് വലിയ പൂതിയായിട്ടല്ല, ഒരു നന്ദിയുള്ള അടിമയാണ്. എനിക്കതാണ് എൻ്റെ ഒരു പൂതി, അൾട്ടിമേറ്റ് ഗോൾ അതാണ്. അതേസമയം നമുക്കൊരു മേക്കാന്ന് വിചാരിക്കാം. മോനെ ഒന്ന് പരിചയപ്പെട്ട മോനെ എന്താ പറയല്?
ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, PG ചെയ്യണമെന്നുണ്ട്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി 2 പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കമൻ്റ് ആയിരിക്കും, ഭയങ്കരമായിരിക്കും. പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ സൈക്കോളജിയുടെ അരങ്ങേറ്റത്തോടു കൂടി ഭയങ്കര സംഭവം. ഇതധികം നീണ്ടുപോയാലും സംഗതി കൊള്ളാവും. റാങ്ക് കിതാബിൽ കിട്ടിയ കുട്ടികളെ ആദരിക്കുന്നതിനേക്കാൾ വലിയ ആദരവ് JRFന് പറക്കരുത് എന്നാണ് എൻ്റെ വീക്ഷണം. എടുക്കാതിരിക്കുക, ആരെങ്കിലുമൊക്കെ ഖിലാഫ് ഉണ്ടാകുമ്പോഴേ രസം ഉണ്ടാവുള്ളൂ. പറക്കരുത്. മതത്തിൻ്റെ ഒരു വില നമ്മളായി കളയരുത്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ്റെ വില നമ്മൾ കളയാൻ പാടില്ല. ഇപ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ ശ്രമിച്ച ഒരു ആശയം അതല്ല. ഈ അബ്ദുള്ളയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, എപ്പോഴും അള്ളാഹുവിൻ്റെ അണ്ടറിൽ നിൽക്കുക എന്നുള്ള ഒരു അഭിമാനബോധം എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹ് നോക്കിക്കോളും. അതാണ് അതിൻ്റെ ഒരു സംഗതി. അതാണ് അതിൽ അള്ളാഹിനെ ഏൽപ്പിച്ചിനല്ലോ നമ്മളെ, വേറെ ടെൻഷനൊന്നും ഉപരിക്ക് ഉണ്ടാവില്ല. അബ്ദുള്ള കിതാബ് ഓതിയിട്ടൊന്നും തിരിയുന്നില്ല. തിരിയല എൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ, കിതാബ് നോക്കലല്ലേ എൻ്റെ ഡ്യൂട്ടി. അള്ളാഹ് തിരിച്ചിരുന്നുള്ളൂ. അള്ളാൻ്റെ അണ്ടറിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് നമ്മളിൽ ഉണ്ടാവുന്നത്. അതുണ്ടാവും. ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു മെറിറ്റ് കിട്ടിയെന്ന് കരുതുക. ആ കിട്ടിയ മെറിറ്റ് അള്ളാഹ്ക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ഉദാഹരണം പറഞ്ഞാൽ, സീസൺ അല്ലാത്ത കാലത്ത് വളരെ ഡിലീഷ്യസ് ആയ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ച്, അന്നാലക്കി ഹാദ, ഇതെവിടുത്തെ ഈ ഫ്രൂട്ട്സ് കിട്ടിയത്? അപ്പോൾ മറിയം ബീവി, മിൻ ഇന്ദില്ലാ, അത് അള്ളാഹ് ഫുള്ള് വിട്ടുകൊടുത്ത്. അള്ളാഹ് നമ്മക്കും ഉണ്ട്. അതാണ് ഒരു അബ്ദുള്ള എന്ന് പറഞ്ഞാൽ. നമ്മളാണെങ്കിൽ എങ്ങനെ മുന്നേ ഈ റാങ്ക് കിട്ടിയത്? അതോടൊപ്പം തന്നെ PG ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വളരെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായല്ലോ. ഡെയിലി ഞാൻ നന്നായി അധ്വാനിക്കും, പിന്നെ 9 കൊല്ലത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. നമ്മൾ മാസ് ഡയലോഗ് ആയിരിക്കൂലേ? അള്ളേടാ മിന്നി ഇന്ത്യയിലൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കണം. ഈ ലോകം മുഴുവൻ കീഴടക്കിയിട്ടും അബ്ദുള്ള എന്ന് പറയുന്നിടത്ത് തങ്ങൾ കാണിക്കുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ആ തഹല്ലുക്കിലേക്ക് നമ്മൾ എത്തണം. കേട്ടോ, വലിയൊരു ആശയമാണ്. ഈ ആശയം നിങ്ങളൊന്ന് ഈ റബീഉൽ അവ്വലിലൊക്കെ ഒരു 2 സെഷനൊക്കെ ഇട്ട് ചർച്ച ചെയ്തൊക്കെ, അൽ അൻവാറുൽ ഖുദുസിയ ഫി ആദാബിൽ ഉബൂദിയ ഷെഹ്റാനി ഇമാമിൻ്റെ കിതാബ് ഒന്ന് റെഫർ ചെയ്തിട്ട് ഭയങ്കര അത്ഭുതമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഒരു താഴ്മ അത് അറിയാതെ രൂപപ്പെട്ടു വരും. മനുഷ്യത്വത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും. മൃഗീയതയുടെ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവില്ല. കേൾക്കോള, അതന്നെയാണ് വഹദൈനാഹുൻ നജ്ദൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് 2 വഴിയുണ്ട്. ആ വഴിയിൽ ഏതും സെലക്ട് ചെയ്യാം. ഏതാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. BA ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റേ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ റോട്ട് നോട്ട് ടേക്കൺ എന്ന കവിതയിലുണ്ട് ഇതേപോലത്തെ വേറൊരു ആംഗിളിൽ ഒരു ആശയം. ഏത് വഴി സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനം. അബ്ദുള്ളയാവുക. ശരിക്കും അള്ളാഹിനെ സ്നേഹിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തായിരിക്കും അതിൻ്റെ താല്പര്യം? പുതിയ കാലത്ത് ഇനിയും കുറേ ട്രെൻഡുകൾ രൂപപ്പെട്ടു വരും കേട്ടോ. കുറേ ട്രെൻഡുകൾ വരും. ഏറ്റവും പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വലിയാണ് എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. പക്ഷേ അംഗീകരിക്കപ്പെടാൻ മാർക്കറ്റിൽ ഇടം കിട്ടാൻ വേണ്ടിയുള്ള ഒരു പുതിയ ആത്മീയ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഇന്നാലിന്ന വലിയൻ്റെ ഏജൻ്റായിട്ടാണ് പലരും വർക്ക് ചെയ്യണത്. ഓരോ മജ്ലിസിലോ ഈ വലിയ വരും. അങ്ങനെ ഈ ഔലിയാക്കൊക്കെ ഒന്ന് ഖബറിൽ കിടക്കാൻ തന്നെ ഇപ്പോൾ സമയമില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും മജ്ലിസിലേക്കും മടവൂർ ശൈഖിൽ വന്ന് എന്താ ആക്കലി മടവൂർ ശൈഖിൽ പാവോ എത്തപ്പോൾ ചെയ്യുക? ആക്കെ വിശ്വസിക്കാൻ കുറേ ടീം എന്ന് പറഞ്ഞാൽ ഒരു സുഖക്കുറവാണ്. വളരെ പണ്ട് ജീലാനി തങ്ങളുടെ കുത്തുബിയത്തിൻ്റെ ആ മജ്ലിസും അതിൽ ജീലാനി തങ്ങളുടെ ഹുളൂറിനെ കുറിച്ചുള്ളൊരു ചർച്ചയും പറയുമ്പോൾ ഉടനെ തന്നെ താജുൽ അൽമസ് അധ്യക്ഷ കസേരയിൽ ഇരുന്ന് ഇടപെട്ടോലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എൻ്റെ ഉസ്താദ് പറഞ്ഞത് ഞാൻ പറയാൻ ശ്രമിച്ചൊരാശയം എന്ന് പറഞ്ഞാലേ, എന്താ ഇപ്പോൾ ഈ മഹബത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും ശരിക്കും? എന്താ അതിൻ്റെ ഒരു കാമ്പ്? വെറുതെ ആ ഒരു ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ ഉസ്താദുമാരുടെ അടുത്ത് നിന്നാണ് അതിൻ്റെ ഒരു വിശദീകരണം വാങ്ങേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രെയിം പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ തഹല്ലുക്കാണ്. തഹല്ലുക്ക്
എന്താ തഹല്ലുക്ക് എന്ന് പറഞ്ഞാൽ? ഉദാഹരണത്തിന് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകൾ. അള്ളാഹ് കുറേ പേരുണ്ട് അല്ലേ? 99 പേരുകൾ. 99 പേരേ ഉള്ളൂ? അല്ല, ആയിരക്കണക്കിന് പേരുണ്ട്. അപ്പോൾ മന്ന സ്വഹ ദഖലൽ ജന്ന, ഒരാൾ അത് ഇഹ്സാ ചെയ്താൽ ദഖലൽ ജന്ന, സ്വർഗത്തിലെത്തും. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ആരെങ്കിലും മനഃപ്പാടമാക്കിയ സ്വർഗത്തിൽ അസ്മാഉൽ ഹുസ്ന, യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാമു, ഇത് കാണാണ്ട് പഠിക്കാൻ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് സ്വർഗത്തിലോ? സ്വർഗത്തിനൊരു നിലയും വിധിയില്ലേ? ഈ മോൻ അടുത്ത മോനോട് പറയാ, എടാ നീ ഒന്ന് നോക്കണം പ്ലീസ്, ഞാൻ കണ്ണുകൂട്ട യാ അല്ലാഹു യാ റഹ്മാൻ എന്ന് 10 മിനിറ്റ്. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ അർത്ഥം? അങ്ങനെ അർത്ഥം പറയുന്നവരുണ്ടല്ലേ? മന്ന സ്വാഹ ദഖല. അപ്പോൾ അതിനങ്ങനെ ഒരു അർത്ഥം. ശരിക്കും അതിൻ്റെ ഒരു അർത്ഥം ഏത് തരത്തിലേക്കാണ് പോകേണ്ടതെന്ന് വെറുതെ നിങ്ങളൊരു രസത്തിന് വേണ്ടി ഞാൻ ചർച്ച കൊണ്ടുവരികയാണ്. ഈ 99 പേരുകളും പഠിച്ചിട്ട് ആ പേരിലുള്ള തഅല്ലുക്ക്, തഹല്ലുക്ക്, തഹല്ലി എന്നെല്ലാം പറയുന്നൊരു സംഗതി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ പേരിലുള്ള ഒരു ആശയം ഉണ്ടാവും. ആ ആശയം നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ 99 ക്വാളിറ്റി ഉണ്ടാവും. അങ്ങനെ ക്വാളിറ്റിയുള്ള ക്വാളിഫൈഡ് ആണെങ്കിൽ ദഖലൽ ജന്ന, അയാൾ അങ്ങനെ പറഞ്ഞാൽ വെറുതെ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. യാ മുഖീത്തു യാ അല്ലാഹ്, കൂത്ത് നൽകുന്ന അല്ലാഹ്. കൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സക്കാത്തിൻ്റെ അധ്യായത്തിലും കൂത്ത് എന്ന് പറഞ്ഞാൽ ഫുഡിലെ ഭാര്യക്കും മക്കൾക്കും മര്യാദയ്ക്ക് ഗൂഗിൾ പേ ക്യാഷ് അയച്ചു കൊടുക്കുന്ന പ്രവാസിയാണെങ്കിൽ അയാൾ യാ മുഖീത്തു യാ അല്ലാഹ്ൻ്റെ ക്വാളിറ്റിയായി. ഇനി എത്രയും നോക്കണ്ടുള്ളൂ? 98. യാ അഫ്വു യാ അല്ലാഹ്, പുറത്തു കൊടുക്കുന്ന അല്ലാഹ്. അപ്പം നമ്മൾ കന്തൂർ അടിപൊളി വെള്ളിയാഴ്ച ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു മുത്തായാലും സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ഇല്ലാത്തൊരു ബൈക്ക് എടുത്തിട്ട് വന്നിട്ട് ചെളിയുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ജമ്പ് ചെയ്തപ്പോൾ ചെളി നമ്മളിലേക്ക് തെറിച്ചു. അപ്പോൾ നമ്മൾ അയാളുടെ പുറത്ത് കൊടുക്കാതെ പുറത്തു കൊടുത്താൽ യാ അഫ്വു യാ അല്ലാഹ് ആയി. ആയില്ലേ? ആയോ? ഇനി എത്രയുള്ള? 97. ഇവിടെ അസ്മാഉൽ ഹുസ്ന റാത്തീബും ഖത്തും മജ്ലിസൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ മൊത്തത്തിൽ വെറൈറ്റിയാണ്. ആ പള്ളിയിൽ ഇല്ലാത്തൊരു മജ്ലിസ് ഇവിടെ തുടങ്ങിയാലേ സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ എന്തായിരിക്കും അടുത്ത് തുടങ്ങാം? യാ മുബ്ദിഉ യാ അല്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? ഇതുവരെ ഇല്ലാത്തൊരു സാധനത്തെ സൃഷ്ടിച്ച അല്ലാഹ്. ഉദാഹരണത്തിന് ആകാശം, ഭൂമി, അതൊന്നും ഇതുവരെ ഇല്ലല്ലോ. അല്ലാതെ ആകാശം ജപ്പാൻ സൃഷ്ടിച്ചിട്ട് മൊത്തം ഹോട്ടലായിട്ട് മാർക്കറ്റിലും തീരെ വിലയില്ല, ഫ്ലിപ്കാർട്ട് അങ്ങനെ പ്രശ്നം, അങ്ങനെ അല്ലാഹ് മാറ്റി സൃഷ്ടിച്ചതാ ആണോ? അല്ല, അള്ളാഹു ആണത് നൂതനമായി സൃഷ്ടിച്ചു എന്ന മലയാളം എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാതെ ഒരു സാധനത്തെ സൃഷ്ടിച്ചു. അതാണ് ഇബ്ദാ, യാ മുബ്ദിയാവ്. ഈ പേര് പഠിക്കുമ്പോൾ എന്താ ഒരാളിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി? ഇതുവരെ ഇല്ലാത്ത കുറേ ഹൈറാത്തുകൾ ഉണ്ടാവും. അത് നമുക്ക് സമാജത്തിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നാലോ? അപ്പോഴാണ് ഇന്നലെ നമ്മളെ ഇവരുടെ ഒക്കെ സുഹൃത്ത് അഹമ്മദ് സക്കാഫി മമ്പീദായിട്ട് ഇങ്ങനെ വേറൊരു വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ മഹ്ദിയിലെ ഒരു ക്യാമ്പയിനെ കുറിച്ച് മുമ്പ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. തൊബക്കാത്തു ഷാഫിഇയ്യത്തുൽ കുബ്ര, ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുള്ളയുടെ ഗ്രന്ഥം, കുറച്ച് 10-30 മുത്തഅല്ലിമീങ്ങളെ ഗ്രൂപ്പാക്കിയിട്ട് ഇത്രയും വാള്യങ്ങൾ ഇത്രയും കുട്ടികൾ നോക്കി തീർക്കുകയാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. അത് പുതുതായി തുടങ്ങി. യാ മുബ്ദി യാ അല്ലാഹ്. അങ്ങനെ നമ്മളൊക്കെ തുടങ്ങേണ്ടത്. പണ്ടേ നടത്തി വരുന്ന റബീഉൽ സമദുടയോൻ്റെ ഹാബീബു എന്നാണ്. അതിലൊന്ന് മാറ്റിട്ടേ ഒരു പുതിയ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ പാട്ട് പാടുന്നത്. ഇത് നിങ്ങൾ ക്ലിപ്പാക്കി വെക്കരുത്, കയ്യൂല മണി. അല്ല, പ്രസംഗത്തിന് പോകാൻ തന്നെ ഡേറ്റ് ഇല്ലേ, വെറുതെ തമാശാക്കരുത്. അപ്പോൾ എന്താ പറയുക, ഒരു ഈ ക്ലീഷേ പദ്ധതികളൊന്നും നമുക്കുണ്ട്. നമ്മൾ പറയുന്ന ആശയങ്ങളൊക്കെ വളരെ പിന്നെ ഇന്നോവേഷൻസ് എന്നാണ് അതിന് പറയാം അല്ലേ, പുതിയ ആശയങ്ങളായിരിക്കും. ഇനി അടുത്തത് യാ മുഈദു യാ അല്ലാഹ്. എന്താ യാ മുഈദു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ? വേണ്ട, എനിക്ക് വേണ്ട. യാ മുഈദു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല, അതിനെ മടക്കി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ടായിരുന്നു, മരിച്ചു,
പുനർജന്മം. അപ്പം ഈ പേര് പഠിക്കുന്ന ഒരാളുടെ തഹല്ലുക്ക് എന്താ ഉണ്ടാവേണ്ടത്? എന്തുണ്ടാവേണ്ടത്? നേരത്തെ ഉണ്ടായിരുന്നു എന്ത്? ഇന്നാലിന്ന ഖൈർ, അത് മുടങ്ങിപ്പോയിട്ടുണ്ട്. അതെന്ത്? മണിക്കൂർ മുമ്പ് എല്ലാവരും തസ്ബീഹെത്തുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അത് തിരിച്ചു കൊണ്ടുവരണം. നമുക്കതൊന്നും എങ്ങനെയെങ്കിലും ഇൻഷാ അല്ലാ. ഇങ്ങനെയാണ് അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ നെഞ്ചേറ്റുക എന്ന് പറയുന്നത്. അതാണ് ഈ തഹല്ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ നല്ല പഠനത്തിന് അൽ മഖ്സദുൽ അസ്ന നോക്കിയാൽ മതി. സറൂഖ് ഇമാമിൻ്റെ ഒരു ഷറഹുണ്ട് വേറെ, അത് നോക്കുക. മനാഹിജുൽ അഖ്ലാഖ് അത് നോക്കുക. ബാബുസ്താദിൻ്റെ കിതാബ് ഉണ്ടല്ലോ യനാബിയുൽ ഗിന, അത് നോക്കുക. സഅദത്തുദ്ദാറൈൻ യൂസുഫ് നബ്ഹാനി തങ്ങളുടെ കിതാബ് നോക്കുക. അങ്ങനെ ഒരുപാട് കിതാബുകളിൽ ഈ തഹല്ലുക്കൊക്കെ അതിനെ വിശദീകരിക്കും. ഞാനിത് പറയാനല്ല ശരിക്ക് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ. ഇപ്പോൾ ഇവിടെ അസ്മാഉൽ ഹുസ്ന എന്തിനാ പറയുന്നത്? അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ സ്നേഹിക്കുമ്പോൾ അയാളിൽ രൂപപ്പെടേണ്ട സംഗതി എന്താ? തങ്ങളുടെ തഹല്ലുക്ക് നമുക്കുണ്ട്. തങ്ങളുടെ സ്വഭാവം നമ്മൾ നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ ശ്രദ്ധിക്കണം. തങ്ങളുടെ ഒരു 5 സ്വഭാവങ്ങൾ ഞാനൊരു 5 മിനിറ്റ് ഓരോന്നിനും എടുത്തിട്ട് പറയാൻ ശ്രമിക്കാം. നോക്കാം. 1, എന്ത് പറഞ്ഞാലും തീരുവില്ല, ഞാനിങ്ങനെ നേരത്തെ പ്രിപ്പയർഡ് അല്ല, ഇപ്പം മനസ്സിൽ വരുന്ന പറയാം. 1, തങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അശദ്ദുന്നാസി ഹയാഅൻ, തങ്ങൾക്ക് ഭയങ്കര ലജ്ജയാണ്. അപ്പോൾ മഹബത്തുള്ള ഒരാൾക്ക് ഭയങ്കര ലജ്ജ ഉണ്ടാവണം. ലജ്ജ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ബർമൂഡ് ഇടരുത് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പറയുന്നത്. അത് നമുക്ക് തോന്നും. ഈ ഹയാ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ഒരു കറാമത്തും കൂടിയാണ്. ഉസ്മാൻ അള്ളാന് ഭയങ്കര ഹയാ ഉള്ള ആളായിരുന്നു. അതിൻ്റെ അർത്ഥം എന്നാ? 3/4 ഇടാറുണ്ടായിരുന്നില്ല അല്ലേ? അങ്ങനെ അതിൻ്റെ അർത്ഥം എന്തിപ്പോൾ ഹയാ എന്ന് പറഞ്ഞാൽ? ഹയാ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഹൗഫ് പോലത്തെ ഒരു സംഗതിയാണ്. ഞാനെങ്ങനെ ചെയ്യല്? അത് പ്രവർത്തനത്തിൽ മാത്രമല്ല, വാക്കിലും ചിന്തയിലും നടപ്പിലും രീതിയിലും എല്ലാത്തിലും ഹയാ ഉണ്ടാണ്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാ എന്ന് പറഞ്ഞാൽ ആയിഷുമ്മ പറയണ്ടല്ലോ, ഞാൻ തങ്ങളുടെ ഔറത്തോ എൻ്റെ ഔറത്തോ തങ്ങളോ ഇതുവരെ കണ്ടിട്ടില്ല. അതിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു ഹജർ പറഞ്ഞല്ലോ, ഹാദാ കമാലു ഹയാഇഹീൻ, ഒരു ഭാര്യയും ഭർത്താവായിട്ട് ഔറത്ത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഹയാ എന്താ ലോകത്തുള്ളത്? കേട്ടോ, അള്ളാഹിനോട് തങ്ങൾ ദ്വാരക്കും അത്ര എൻ്റെ ഉമ്മത്ത് അഥവാ തങ്ങളുടെ കാലത്തുള്ളവരെ കുറിച്ചാണ് പറയുന്നത്, സ്വഹാബത്ത്, അവരൊരു കുറവും എനിക്ക് കാണിച്ചു തരലേ അള്ളാഹ്, നമുക്ക് ആരും കുറവൊന്നും കാണണ്ട. നമുക്ക് എങ്ങനെ കയറ്റ് ഓരെന്തുകൊണ്ട് പോയത് കോളേജിൽ നിന്ന് ഒന്നുമില്ലാണ്ട് അങ്ങനെ പോകും. പറയും വേറെ മൗലിദിന് പോകാനുള്ളതാണ്. മനസ്സിലായ ഞങ്ങൾക്ക്? അതാണ് ഈ വൈരുദ്ധ്യങ്ങളുമായി നടക്കുകയാണ് നമ്മൾ. കുറേ വൈരുദ്ധ്യം. തങ്ങൾക്കൊരാളുടെ കുറവും കേൾക്കരുത്. അതാണ് തങ്ങളുടെ ഒരു സ്വഭാവം. ഭയങ്കര ഹയാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സൈനബ് റളിയല്ലാഹു അൻഹയായിട്ട് വീട് കൂടിയ സമയത്ത് വലീമത്ത് കൊടുത്തല്ലോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച്, കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് പോയി. അപ്പോൾ തങ്ങൾ സൈനബ് ബീവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ 3 ആൾക്കാർ ആ പുറത്തുനിന്ന് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ വേഗം തിരിച്ചു പോയി. കുറഞ്ഞ സമയം കഴിഞ്ഞിട്ട് പിന്നെയും തങ്ങൾ വന്നപ്പോൾ അവർ വർത്താനം പറയുന്നുണ്ട്. പിന്നെയും തിരിച്ചു പോയി, പിന്നെയും വർത്താനം പറയുന്നുണ്ട്. പിന്നെയും തിരിച്ച് പോകുമ്പോഴാണ് ആയത്ത് ഇറങ്ങേണ്ടത് അഹ്സാബിൽ, ഒരു സദ്യക്ക് പങ്കെടുത്ത വേഗം പോകുന്നതല്ലാതെ. അതെന്താ തങ്ങൾ പറയാത്തതെന്ന് വെച്ചാൽ തങ്ങൾക്കൊരു ഹയാണ്, ഞാൻ പറഞ്ഞാൽ അവർക്ക് വിഷമം. കണ്ടാ, ശരിക്കും എന്തിനാ തങ്ങൾ ഒന്നിലധികം കല്യാണം കഴിക്കുന്നത്? അതെന്തിനാ? തങ്ങൾക്ക് ഈ പെണ്ണുങ്ങളോട് ആഗ്രഹവും പൂതിയും ആണെങ്കിൽ ആദ്യത്തെ കല്യാണം തങ്ങൾ നടത്തുന്നത് 25-ാം വയസ്സിലെ ഏറ്റവും നല്ല പ്രായത്തിലാണ്. അത് കെട്ടുന്നത് 40 വയസ്സുള്ള ഖദീജ ഉമ്മാന. അവർക്ക് നിലവിൽ ഓൾറെഡി ഒരു ഭർത്താവിലൂടെ മക്കളുണ്ടായിരുന്നു, ആ ഭർത്താവ് മരിച്ചു. പിന്നെ അടുത്ത ഭർത്താവ്, ആ ഭർത്താവിലൂടെയും മക്കളുണ്ട്, അവരും മരിച്ചു. എന്നിട്ട് 40-ലേക്ക് എത്തിയ ഒരു ഉമ്മാന 25 വയസ്സുള്ള ആൾ എന്തിനാ ഇപ്പോൾ കല്യാണം കഴിക്കേണ്ട ആവശ്യം? എന്ത് സ്ത്രീകൾ, എന്ത് താല്പര്യം. പിന്നെ എന്തിനാ ഒന്നിലധികം കല്യാണം കഴിച്ചത്? സുബുക്കിമാൻ പറഞ്ഞല്ലോ, അത് ഈ ഹൈല് നിഫാസ് ഇസ്തിഹാലത്ത് സ്ത്രീകൾ റിലേറ്റഡായ മസല സ്വഹാബത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ തങ്ങൾക്ക് ഭയങ്കര ഹയാണ്. ഞാനെങ്ങനെ പറയലല്ല,
അപ്പോൾ അള്ള കൊടുത്തൊരു വഴിയാണത്. തങ്ങൾ ഭാര്യമാരോടാകുമ്പോൾ അത് കഴുകിയാൽ മതി, അങ്ങോട്ട് ശുദ്ധിയാക്കി അങ്ങനെ പറഞ്ഞാൽ മതി. അവരാണെങ്കിൽ ദീൻ്റെ മസല തങ്ങളുടെ അടുത്ത് നിന്ന് പഠിക്കും, വിവിധ അനുഭവങ്ങൾ. അവരവരുടെ സഹോദരിമാരോടോ അയൽവാസികളോടെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അവരുടെ ഭർത്താക്കന്മാരായ സ്വഹാബത്തിനോട് പറയലോടുകൂടി ദീൻ്റെ മസല പുറത്ത് എത്തുകയും ചെയ്യും, തങ്ങളായിട്ട് അത് പറയുകയും ചെയ്യില്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. കണ്ട, നമുക്കോ ഞാൻ പിന്നെ എന്ത് തുറന്നു പറയൂ സേ, എൻ്റെ മനസ്സിലൊന്നുമില്ല, തലയിലും ഇല്ല, മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല. ചിലർക്ക് നിക്കാഹിൻ്റെ അധ്യായം എടുക്കാൻ ഭയങ്കര ആവേശം. നമ്മളെ നാവിന് ഭയങ്കര ഹയ ഉണ്ടാണ്. നമ്മളെ സംസാരത്തിൽ നാവ് വെറുതെ അങ്ങോട്ട് ഇങ്ങനെ ലൂസായി വിടരുത്. നമ്മുടെ നാവിന് ഭയങ്കര ഹയ ഉണ്ടാണ്. ഈ സെക്സ് കൂടുതൽ പറയുന്ന ആൾക്കാരുടെ തലമുറയിലോ ജനറേഷനിലോ വ്യഭിചരിച്ച ആരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര അപകടമല്ലേ. നമുക്ക് നല്ല ഹയ, ഭയങ്കര ഹയ ആയിരിക്കണം. അതാണ് മഹബത്തിൻ്റെ ഒരു സംഗതി. ഭയങ്കര ഹയ. അങ്ങനെ എല്ലാത്തിലും കയറി ഇടപെടും ഒന്നും ആ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ നല്ല പഠനത്തിന് അഷദ്ദുന്നാസി ഹയ എന്ന ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങൾ നോക്കുക. വിശേഷിച്ച് നമ്മുടെ വസായിലുൽ വുസൂൽ എന്ന യൂസുഫ് നബ്ഹാനിയുടെ കിതാബിൻ്റെ വിശദീകരണം മുൻതഹസ്സൂല് നോക്കുക. ആ കിതാബ് ഒരു 1.5 കിതാബാണ്. ആകെ 4 വള്ളിയേ ഉള്ളെങ്കിൽ ആ മുസന്നിഫ് അത് എഴുതാൻ വേണ്ടി 25 കൊല്ലം എടുത്തത്ര. 25 കൊല്ലം. ചേർപ്പ് നമ്മളെ സുബുലുൽ ഹുദ വർ റഷാദ് എഴുതാൻ വേണ്ടി യൂസുഫ് സ്വാലിഹി ഷാമി തങ്ങൾ 1000 കിതാബ് നോക്കി തീർത്തിട്ടാണ് ആ കിതാബ് എഴുതിയത്. കേട്ടോ, നമുക്കിപ്പോൾ ഒരു കിതാബ് കുറച്ച് നോക്കിയാൽ തന്നെ ഒരു ബുക്ക് എഴുതിയാലോ നമുക്ക് തോന്നും. ഗ്രന്ഥകാരൻ്റെ ഗ്രന്ഥങ്ങൾ എന്നിട്ടൊരു ലിസ്റ്റ് ഔട്ട് ചെയ്താൽ ഒരു വേറെ തന്നെ ഒരു സുഖമാണല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ് ഹയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കും ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് ഹയ, സംസാരത്തിൽ ഇടപഴക്കത്തിലൊക്കെ. ഉസ്മാൻ റളിയല്ലാഹു അങ്ങനെയാണല്ലോ. അതുകൊണ്ടല്ലേ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ആ ക്വാളിറ്റി ഹൈലൈറ്റ് ചെയ്യണം. ഉസ്മാൻ റളിയല്ലാഹു കുളിക്കാൻ പോകുമ്പോൾ ഉള്ളിൽ തോർത്ത് പോലത്തെ ആ സംഗതി ഉണ്ടല്ലോ, ഉടുത്ത് എല്ലാം കഴിഞ്ഞിട്ടേ കന്തൂറ പോലത്തെ സംഗതി അഴിക്കുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് അവർത്ത് മൊത്തം മറിച്ച് കഴിഞ്ഞിട്ടേ കന്തൂറ അഴിക്കുള്ളൂ. കന്തൂറ എന്നല്ല, കമ്മീസ് അഴിക്കുള്ളൂ. ചില ആൾ കുളിക്കുമ്പോൾ ഈ അതിൻ്റെ ഡോറിൻ്റെ മേലെ ഓനിട്ട ബനിയൻ ലുങ്കി തോർത്തും കാണാം. കുരങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഔറത്ത് മറക്കാണ്ട് കുളിച്ചാൽ നിസ്കാരത്തിലെ ഹലാവത്ത് പോലും നഷ്ടപ്പെടും. ഒരു മനുഷ്യൻ ലാസ്റ്റെങ്കിലും ബാക്കി നിസ്കാരത്തിലെ ഹലാത്ത് അങ്ങോട്ട് പോകും. ചില ആൾ തോർത്ത് വെള്ളം നനയാൻ പാടില്ല, ഇസ്തിരിട്ട് വളരെ ഷോക്കേസ് മക്ബറിൻ്റെ മേലെ ഏറ്റവും വെക്കാനായിട്ടുള്ള പോലെ. ചില ആൾ ഔറത്തിൻ്റെ ഒന്നും അറിയാത്ത തോർത്തൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ക്യാമ്പസ് കാലത്ത് തന്നെ നല്ല ഹയ ഉള്ളവരാണ് നമ്മൾ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, എല്ലാത്തിലും. വിശേഷിച്ച് നമുക്ക് ഈ ബന്ധം ഉണ്ടാവാൻ പാടില്ലാത്ത ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാവരുത്. അങ്ങനെ ബന്ധം ഉണ്ടെങ്കിൽ തങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പ്രയാസമായിരിക്കും എന്ന് ഷഹറാനി ഇമാമിൻ്റെ ലവാഖിഹിൽ കാണും. ഏതെങ്കിലും ഒരാളോട് ഹുബ്ബ്, പ്രത്യേകിച്ച് ഈ പെണ്ണിനോട് ഹുബ്ബ് വരുന്നതിനേക്കാൾ അപകടമാണ് അമ്രതിനോട് ഹുബ്ബ് വരുന്നത്. അങ്ങനെ ഹുബ്ബ് വന്നാൽ തൗബൻ്റെ തൗഫീക്ക് ബ്ലോക്ക് ചെയ്യപ്പെടും. എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹ് തൗബ ചെയ്യാൻ സാധ്യത തരും. ശിർക്കല്ലാത്ത എല്ലാത്തിനും തൗബ സ്വീകരിക്കുകയും ചെയ്യും. അമ്രതിനോട് ഹുബ്ബുള്ള ആൾക്ക് തൗബൻ്റെ തൗഫീക്ക് ബ്ലോക്ക്. ഓൻ തൗബ ചെയ്താൽ സ്വീകരിക്കില്ല എന്നല്ല, ഓൻ തൗബ ചെയ്യണ്ട. മൃഗങ്ങൾ പോലും ചെയ്യാത്ത തെറ്റല്ലേ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേറൊരു പാർട്ടിലേക്ക് പോവാം. തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. അപ്പോൾ നമ്മൾ ഈ സ്വഭാവം നല്ല സ്വഭാവമാണ്. ആര് തങ്ങളോട് മുസാഫത്ത് ചെയ്താലും തങ്ങളെ രണ്ടാമത് കൈ അളക്കുള്ളൂ. അതുവരെ തങ്ങൾ കൈയാടെ തന്നെ വെക്കും മുസാഫത്ത് ചെയ്ത്. നമ്മളൊന്നും മുസാഫത്ത് തന്നെ ചെയ്യൂല, മരണ ഡിമാൻഡാണ്. ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പേരിലെല്ലാം കൊടുക്കും, നീ ഇത്രയേ ആയിട്ടുള്ളൂ, ഡിഗ്രി എല്ലാം കഴിയട്ടെ എന്നുള്ള അർത്ഥത്തിൽ. എന്തൊരു കഷ്ടം എന്നാ പറയേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് സംസാരിക്കും, മുഖാമുഖം സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കും. ഈ സുൽത്താനുൽ മുസ്താദെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിന് എന്തൊരു ഇസ്സത്ത ഉസ്താദ് ഉണ്ടാക്കി തരുന്ന നോക്കിയേ. നമ്മളൊക്കെ ആരോട് സംസാരം, നമ്മളെ പെരുമാറ്റം അടിപൊളിയായിരിക്കും. ചില ആൾക്കാർക്കുണ്ട് കുറച്ച് എന്തെങ്കിലും അധികം കിതാബ് മുത്താല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിഭാത്തം, എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു ഹൈ ലെവൽ വർത്താനായിരിക്കും. അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവരുത്. കഴിവ് കൂടുന്നതിനനുസരിച്ച് നല്ല സ്വഭാവമാണ് നമ്മുടേത്, ഹുസ്നുൽ ഖുൽഖ് ഉണ്ടാവണം. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ തങ്ങളെ കൊന്ന ആള് വഹ്ശി തങ്ങളാണ്. അതിനെ ഏൽപ്പിച്ച ആള് വഹ്ശിനെ ഏൽപ്പിച്ച ആള് ഹിന്ദെന്നവരാണ്. അതിന് ചാട്ടൂളി എങ്ങനെയാണ് എറിഞ്ഞ് ആക്രമിക്കേണ്ടതെന്ന് പരിശീലിപ്പിച്ച ആള് ഹംസത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ സഹായിച്ച ആള്, അഥവാ ഈ ആയുധ പരിശീലനം കൊടുത്ത ആള് ഖാലിദ് ബിൻ വലീദ് തങ്ങളാണ്. ഈ മൂന്നാളും ഇസ്ലാമിലേക്ക് വന്നല്ലോ. എന്തുകൊണ്ട്? ആ തങ്ങളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രകാശം കൊണ്ടാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിന്ന് കൊന്നപ്പോഴല്ലേ തങ്ങൾ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോയത്. എത്രയാ കരഞ്ഞത്! അത് എങ്ങനെ കരയാതിരിക്കുക? ഹംസ റളിയല്ലാഹുവിൻ്റെ കഴുത്തറുത്ത് ഇവിടുന്ന് ഇങ്ങനെ അറുത്തു, എന്നിട്ട് ഈ വയറ് കീറിയിട്ട് രണ്ട് ഭാഗത്തും ശത്രുക്കൾ നിന്നിട്ട് വയറ് പൊളിച്ചു, എന്നിട്ട് ഉള്ളിൽ കൈയിട്ടിട്ട് കരൾ ചവച്ച് തുപ്പേ ചെയ്തത്. ചെവി മുറിച്ചു, കണ്ണ് ചൊയ്ന്നെടുക്കപ്പെട്ടു, അവയവങ്ങൾ കഷ്ണാക്കി. ഇത് കണ്ടിട്ടാണ് തങ്ങൾ യാ ഹംസ യാ അമ്മൽ മുസ്തഫ യാ കാശിഫൽ കുർബാത്ത് അൽ മിനഹുൽ മക്കിയിലുണ്ടല്ലോ, കാരന് എത്ര നേരം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്, ഇത്ര അധികം തങ്ങൾ കരയുന്ന ഒരു നിമിഷം ഞാൻ കണ്ടിട്ടില്ല. ഈ ഹംസത്തോരെ കൊല്ലാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത എല്ലാവർക്കും തങ്ങൾ പുറത്തു കൊടുത്തില്ലേ? കണ്ടങ്ങൾ മക്കം ഫതഹിൻ്റെ അന്ന് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, എല്ലാവരും ഇസ്ലാമിക്ക് ഇങ്ങനെ വന്ന് അങ്ങനെ ഓരോരുത്തരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ത്രീകൾക്കൊരു മറ കെട്ടിയിട്ട് തങ്ങൾ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാ യുശ്രിക്ന ബില്ലാഹ് യാ മാശറൻ നിസാ, ഓ സ്ത്രീകളെ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അപ്പോൾ ഒരു പെണ്ണുങ്ങൾ അപ്പുറത്തുനിന്ന് തർക്കുത്തരായിട്ട് ചോദിച്ച് അള്ളാഹിലേക്ക് പങ്കു ചേർക്കണമെങ്കിൽ പിന്നെ നമ്മൾ ഇസ്ലാമിലേക്ക് വരുന്നതെന്ന് പറയണം. പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഒരു പ്രത്യേക ഷർത്തെല്ലാം വെക്കേണ്ട ആവശ്യം? മാത്രമല്ല ആണുങ്ങൾക്ക് ഈ ബൈഅത്തും ഷർത്തൊന്നും ഇല്ലേ, പെണ്ണുങ്ങൾക്ക് മാത്രം ഇങ്ങനത്തെ ഒരു ഷർത്ത്? അപ്പോൾ തങ്ങളിങ്ങനെ ചിന്തിച്ചിട്ട് ആരാ എനിക്കെതിരെ ഇങ്ങനെയൊക്കെ പറയണത്? തങ്ങളൊന്നും മൈൻഡാക്കിയില്ല. തങ്ങൾ പറഞ്ഞു വല യസ്നീന, വ്യഭിചരിക്കാൻ പാടില്ല. അപ്പോൾ ആ പെണ്ണുങ്ങൾ വ്യഭിചാരോ? നമ്മളെന്താ അടിമ പെണ്ണുങ്ങളോ? വേറെ ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് വ്യഭിചരിക്കാൻ? നമ്മൾ സ്വതന്ത്ര അഭിമാന ബോധമുള്ള പെണ്ണുങ്ങളല്ലേ? ഇതെല്ലൊക്കെ എന്തിനാ കാര്യമായിട്ട് പറയണത്? പോട്ടെ. വല യസ്രിക്കന, മോഷണം നടത്തരുത്. അപ്പോൾ ആ പെണ്ണുങ്ങൾ വീണ്ടും തർക്കുത്തരം. ഭർത്താവ് ഒന്നും സമ്പത്ത് തരുന്നില്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് എടുക്കൽ മോഷണാവില്ലല്ലോ, എടുക്കാലല്ലേ? വല യഖ്തുൽന ഔലാദഹുന്ന, മക്കളെ കൊല്ലരുത്. എന്തിനാ നമ്മൾ കൊല്ലുന്നു? കാര്യമായിട്ട് നമ്മളെ മക്കളെ നമ്മൾ തന്നെ പ്രസവിച്ചിട്ട് നമ്മൾ കൊല്ലോ, എന്തിനു പ്രത്യേകം? അപ്പോൾ തങ്ങൾ ചോദിച്ചു, നീ ഹിന്ദാണോ? അതെ ഹിന്ദന്നെ. എന്താ എൻ്റെ ഇസ്ലാം സ്വീകരിക്കൂലേ? പാവമുത്തിന് തങ്ങൾ പറഞ്ഞു സ്വീകരിക്കുകയൊക്കെ ചെയ്യാം. എന്താല്ലേ നമ്മളെ നേതാവിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ. നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാലോ, പറഞ്ഞ പോലെ അള്ള ചെയ്തു കൊടുക്കുകയും ചെയ്യുമല്ലോ. എല്ലാവരും അങ്ങോട്ട് സ്വർഗത്തിൽ കടന്നോട്ടെ എന്നാണ് തങ്ങളുടെ ഒരു നിലപാട്. കണ്ടങ്ങൾ. അപ്പോൾ നമ്മൾ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൽബ് അത്രയും സോഫായ കൽബായിരിക്കും. ആരോടും വെറുപ്പില്ലാത്ത, ഒരു ഇഷ്ടക്കേടും ഇല്ലാത്ത നല്ല മനസ്സ്, ഹുസ്നുൽ ഖുൽഖ് ഉണ്ടാവും. അതാണ് ശരിക്കും റബീഉൽ അവ്വലിനെ വരവേൽക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി. നല്ലൊരു മനുഷ്യനാവുക. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത, ആരെന്ത് ചോദിച്ചാലും തങ്ങൾ ലാ പറയുന്ന പരിപാടിയില്ല. ആകെ ലാ പറയൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മാത്രമാണ്. ലാ പറയുന്ന പരിപാടിയില്ല. ഇൻ വജദ ജാദ വ ഇല്ലാ വഅദ. ഇപ്പം ഉണ്ടെങ്കിൽ നന്നായിട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ പറയും 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്വത്ത് വരാനുണ്ട് മോനെ, അന്നേരം തരാമെന്ന് പറയും. ഒരു സഹാബി വന്നിട്ട് തങ്ങളെടുത്ത് വിഷമം പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല ഒന്നും, ഇന്നാളടുത്തുനിന്ന് വാങ്ങിക്കോളീ. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇല്ലെങ്കിൽ തങ്ങൾ ഇല്ലാത്ത പോലെ എന്നാൽ പോലെ,
എന്തിനാ വേറെ ആരുടെ നിന്ന് വാങ്ങിയിട്ട് തങ്ങൾ ആ ബാധ്യത ഏറ്റെടുക്കണത്? അപ്പോൾ ഒരു അൻസ്വാരിയായ സ്വഹാബി പറഞ്ഞു, കൊടുത്തോ നബി, അല്ലാ കൈവിടൂല. അപ്പോഴാണ് തങ്ങൾ ഉമർലാനോട് പറഞ്ഞത്, വബിഹാദ ഉമിർത്തു, ഇങ്ങനെ ചെയ്യാനാണ് എൻ്റെ അല്ല പറഞ്ഞത്. എല്ലാവരും വിഷമം നമ്മളെ ഏറ്റെടുക്കണ്ടേ ഉമറയാൻ? കണ്ടോ, തങ്ങളടുത്തുനിന്ന് 100 ഒട്ടകം കിട്ടിയ സ്വഹാബിമാരുടെ എണ്ണം ഉണ്ട് ചരിത്രത്തിൽ. 40 ആൾക്ക് തങ്ങളുടെ കയ്യിൽ നിന്ന് 100 ഒട്ടകം കിട്ടിയിട്ടുണ്ട്. ഒരൊട്ടകല്ല. ഹക്കീമിന് ഹിസാം തങ്ങൾക്ക് തങ്ങളടുത്ത് നിന്ന് ടോട്ടൽ 300 ഒട്ടകം കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കിതാബുണ്ട് കേട്ടോ. അല്ലെങ്കിലും എന്തിനെക്കുറിച്ച് ഇപ്പോൾ കിതാബ് ഇല്ലാത്തത് നമ്മൾ നോക്കാത്തതുകൊണ്ടല്ലേ. ലഹ്കുൻ നബി എന്നിട്ടൊരു കിതാബുണ്ട് തങ്ങളെ ചിരിനെ കുറിച്ച്. വേറൊരു കിതാബുണ്ട് അതേ മുസന്നിഫിന്, തബസ്സുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പുഞ്ചിരി എന്നിട്ടൊരു കിതാബുണ്ട്. മുത്തുനബി ചുണ്ട് പൂട്ടിയ കിതാബ്, തുറന്ന കിതാബ്. കണ്ടോ, എന്താ ഇപ്പോൾ കിതാബ് ഇല്ലാത്തത്? അർബഈൻ നവവിന്റെ 130-ലധികം ഷറഹുകളുണ്ട്. ഒരു 42 ഹദീസ് ഇമാം ജമ ചെയ്തപ്പോഴേ മുസന്നിഫീങ്ങൾ നേരെ ഘോഷയാത്രയാ ഷറഹ് എഴുതാൻ വേണ്ടിയിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയേ. അർബഈൻ നവവിന്റെ ഭയങ്കര ഷറഹല്ല നമ്മൾ അൽ ഫത്ഹുൽ മുബീൻ ഇബ്നു ഹജർ. ആ ഷറഹ് എഴുതിയപ്പോൾ മുദാബിഖ് ഇമാം ചെയ്തത് ഇബ്നു ഹജർ തങ്ങളുടെ ഷറഹിന് ഹാഷ് എഴുതി. അങ്ങനെ എഴുതി. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ, ഇബ്നു റസ്ലാൻ തങ്ങളൊക്കെ ചെയ്ത പരിപാടി എന്താ പറയുക? ഏതായാലും 42 ഹദീസല്ലേ ഉള്ളത്, ഒരു 8 ഹദീസ് ആഡ് ചെയ്യുക. അപ്പോൾ 42ൻ്റെ പേര് 8 ആകുമ്പോൾ 50. ആ 50 ഹദീസിന് ഷറഹ് എഴുതി. ജാമിഉൽ ഉലൂം വൽ ഹികം ഫീ ഷർഹി 50 ഹദീസൻ മിൻ ജവാമിഉൽ കലീം. വേറൊരു ഇമാം വിചാരിച്ച് എല്ലാവരും അർബഈൻ നവവിക്ക് ഷറഹ് എഴുതുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്തെങ്കിലും എഴുതണമല്ലോ അല്ലേ. എങ്ങനെ ഷറഹ് എഴുതുകയെന്ന് അറിയാം? ഓരോ ഹദീസിനും ഓരോ കിതാബ് എഴുതി, 42 കിതാബ് എഴുതി. അപ്പോൾ ഇബ്നു എല്ലാം തങ്ങൾ വിചാരിച്ചു എല്ലാവരും ഷറഹ് എഴുതിയല്ലേ, പിന്നെ എന്താ ചെയ്യുക, അതിനിപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഇബ്നു എല്ലാം തങ്ങൾ അതിലുള്ള റാവിമാരുണ്ട്, സനദില്ലല്ലോ. അൻ ഇബ്നു ഉമറ, അൻ ആയിഷത്ത, അൻ അബീ ഹുറൈറത്ത, അങ്ങനെ സ്വഹാബി മാത്രമേ ഉള്ളൂ. ആ സ്വഹാബിമാരെ കുറിച്ച്, അർബഈനിൽ പറഞ്ഞ സ്വഹാബിമാരെ കുറിച്ച് മാത്രം ഒരു കിതാബ് എഴുതി. ഇതാണ് നമ്മൾ ഇമാമിങ്ങളുടെ ഒരു സേവനം എന്ന് പറയുന്നത്. അവർക്കില്ലാത്ത മഹബത്തൊന്നും പിൽക്കാലക്കാർക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. അല്ലെങ്കിലും സലഫ് ചെയ്യാത്ത എന്തെങ്കിലും ഖലഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ഖലലുണ്ടാവും, ഉറപ്പാണ്, എന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് ഉസ്താദ്മാർക്കില്ലാത്ത ഒരു മഹബത്തും നമുക്ക് ഉണ്ടാവില്ല. തല കുത്തി മറട്ടൊന്നും കാര്യമില്ല, ഉണ്ടാവില്ല. അവർ അള്ളാൻ്റെ ഹബീബിനെ അറിഞ്ഞവരാണ്. അതാണ് അതിൻ്റെ ഒരു കാരണം. അവരുടെ ഉള്ളിൽ അതുണ്ട്. ഒരിക്കൽ നമുക്ക് ചിത്താരി ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തഫ്സീർ അബു സഊദാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ അതിൻ്റെ ഹാലങ്ങ് മാറി. പക്ഷെ പെട്ടെന്ന് മുത്തുനബി എന്താ മിന്നാന്ന് സ്വപ്നത്തിൽ വന്നിട്ട് വേഗം പോയത്? അങ്ങനെ പോക്കില്ലല്ലോ സാധാരണ. ഇതെന്ത് പോക്കാ പോയത്? ഇതെന്തോ ഫ്രണ്ടിനോടായിട്ട് ചോദിക്കുന്ന പോലെ ഉസ്താദ് ചോദിക്കണത്. നമ്മളൊക്കെ എന്താ ചെയ്യുക? അവരുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അവർ ഇൽമിലങ്ങ് മുൻഹമിക്കായി. അപ്പോൾ അവർ വേറെ അതിനായിട്ട് തങ്ങളെ കാണാനായിട്ട് വേറെന്തോ ചെയ്യുന്നൊന്നും അല്ല കേട്ടോ. തങ്ങൾ ദീനിന് അങ്ങോട്ട് ഖിദ്മത്ത് എടുത്തപ്പോൾ തങ്ങളെങ്ങനെ വരാതിരിക്കും? മുത്തഅല്ലിമീങ്ങളെ പണിയെടുത്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ കറക്റ്റ് തോഫ ഓതുക, നിഹായ മുത്താലയ്യ, ഫത്തുൽ മീൻ പണ്ടത്തെല്ലാം ഒന്ന് നോക്കി തീർക്കുക, യാനത്തും തർശീഹൊക്കെ ഒന്ന് നോക്കുക. അതാ നിങ്ങൾ ചെയ്യേണ്ട പണി. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട എന്തല്ല, നബി തങ്ങളെ സ്വപ്നം കാണാനായിട്ട് പ്രത്യേകം വെച്ച് എന്തെങ്കിലും സ്വലാത്തുണ്ടോ? അത് നിങ്ങൾ ചെയ്യേണ്ട പണിയല്ല. അല്ല അവാമിനോട് പറയുന്നത്. നിങ്ങൾ കറക്റ്റ് ഖുർആനും ഹദീസും കറക്റ്റ് വെച്ച് നോക്കി തീർക്കുക. അപ്പോൾ പരിപാടി ചെയ്യുക. ചിലപ്പോൾ നമുക്ക് സ്വപ്നം കാണൽ ഇപ്പോൾ ഖൈറായിരിക്കൂലെങ്കിൽ അള്ളാഹു കാണണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അത്ര തന്നെ. ഈ കണ്ട് എന്ന് പറയുന്നവരെല്ലാം ഏറെക്കുറെ ബടായിയോ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ വുമൺസ് കോളേജിൽ എനിക്കൊന്ന് ഭാവിയിലുള്ള ഇൻ്റർവ്യൂവിന് ഇങ്ങനെ ചോദിക്കേണ്ടി വരും. എൻ്റെ പേര് എത്ര വട്ടം കണ്ടിന്, അങ്ങനെ ചോദിക്കേണ്ട കാലമാണ് വരാൻ പോകുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ മോശമല്ല. ഇപ്പോൾ കൂട്ടുകാർ നിങ്ങളൊന്നും ഇതിൽ പെടരുത്. നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവണമെന്നേ, നമുക്കൊരു നിലപാടുണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചില്ലേ, ഖസീദത്തുൽ ബുർദ. കുറേ കാലമായില്ല നമ്മൾ പാടുന്നത്. പാടൽ തുടർന്നോളി. നിങ്ങളൊന്ന് ബുർദ പഠിച്ചു നോക്കിയേ. ബുർദ പഠിക്കേണ്ട ഉലമാനെ വെച്ചുകൊണ്ട് ഷുറൂഹൊക്കെ ഒന്ന് വെച്ചിട്ട് പഠിച്ചാലുണ്ടല്ലോ, അതിനോളം വെല്ലുന്നൊരു കവിത വേറെന്താ ലോകത്തുള്ളൂ. ഒരു ആലിം എഴുതിയതല്ലേ ബുർദ എന്ന് പറയണത്. ഒന്ന് ബുർദ ഒന്ന് പഠിച്ചു നോക്കി, എന്ത് രസമായിരിക്കും. ഞാൻ ഒരാശയം കൂടി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം.
എന്തായാലും നമ്മൾ റബീഉൽ അവ്വലിൻ്റെ ക്യാമ്പയിൻ ആരംഭിച്ചല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഉൾസാരം എന്താണെന്ന് വെച്ചാൽ ദബഹുൻ നഫ്സാണ്. ഞാൻ എന്ന് പറയുന്ന സാധനത്തിന് അങ്ങോട്ട് അറുത്ത് കളയുക. ഞാൻ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ വേറെ ആരുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവാൻ പാടില്ല. ഞാനുണ്ടെങ്കിൽ ഈ പരിപാടി ഒന്നും നടക്കൂല. ഞാനുണ്ടെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബാഡ്ജ് കിട്ടിയിട്ടില്ല, എനിക്ക് ജ്യൂസ് കിട്ടിയിട്ടില്ല, എനിക്ക് വെള്ളം കിട്ടിയിട്ടില്ല, എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല, എനിക്ക് കോട്ട് കിട്ടിയിട്ടില്ല, എൻ്റെ കാർ, എൻ്റെ വണ്ടി, എൻ്റെത്, എൻ്റെ ചോറ്, എൻ്റെ ബിരിയാണി, എൻ്റെ സ്പെഷ്യൽ, എനിക്ക് ചിക്കൻ കിട്ടിയിട്ടില്ല. ഇതാണ് പ്രശ്നം. ഇതാണ്. അപ്പം എന്താ അബ്ദുള്ളയാവൂല, അബ്ദുൽ ഹവ അതേ ആവുള്ളൂ. നമ്മൾ ഒരു കിതാബിനുണ്ടല്ലോ, വളരെ നല്ല ആഖ്യാനങ്ങൾ ആ കിതാബിലുണ്ട്. വാസിറാണ്. ഹത്തിം സ്വനമക് വ കുൻ ഇന്ദ നഫ്സിക സഗീറ. നീ ഞാൻ എന്ന ബിംബത്തിനാണ് ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പൊളിക്ക്. എന്നിട്ട് നീ നിൻ്റെ അടുത്ത് തന്നെ ചെറുതാവും. എന്നാൽ പിന്നെ ഈ പ്രയാണം ആരംഭിക്കാം. ഹത്തിം സ്വനമക്. നീ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ പരിപാടിക്ക് വന്നപ്പോൾ നിങ്ങളെല്ലാവരും എണീറ്റുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? എനിക്കൊരു സംഗതിയും കിട്ടിയിട്ടില്ല. ഒരു ഉസ്താദിനെ കാണുമ്പോൾ എണീറ്റെന്നാൽ സുന്നത്തിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടി, എനിക്കെന്ത് കിട്ടി? അപ്പം ഞാനിങ്ങനെ രോമം എണീക്കുന്നു, നിങ്ങൾക്ക് സുന്നത്ത് കിട്ടീന? എന്തപ്പോൾ എനിക്ക് കിട്ടിയത്? എനിക്കെന്ത് ബെനിഫിറ്റ് കിട്ടി? നഫ്സ്. അപ്പം ഞാനെന്ന് പറയുന്ന ഒരു ആശയത്തെ ഒഴിവാക്കുക. അതിന് വേറെ അർത്ഥത്തിൽ അബു അബ്ദില്ലാഹിൽ ഖുറശി തങ്ങളൊക്കെ പറയണത് അൻ തുഅ്തിയ കുല്ല ശൈഇൻ ലി മഹ്ബൂബിക ഹത്താ ലാ യബ്ഖാ ലി നഫ്സിക ശൈ. നിന്റെ ഇഷ്ടപ്പെട്ട ആൾക്ക് നിന്റെ എല്ലാം കൊടുക്കുക, എന്നിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ നിനക്കൊന്നും ബാക്കിയില്ലാതാവുക. എന്ന് പറഞ്ഞാൽ മാംഗ്ലൂർ ജംഗ്ഷൻ ഓർ സെൻട്രലിൽ നിന്ന് ട്രെയിനിൽ കയറുമ്പോൾ മൂന്നാളുടെ അതിന് ഒന്നിച്ചെന്ന് പറഞ്ഞാൽ മൂന്നാളാണ് പോണത്. ഒന്ന് മുഹിബ്, മഹബത്ത് വെക്കുന്ന ആൾ, മഹബൂബ്, മഹബത്ത് വെക്കപ്പെടുന്ന ആൾ ആരെയാണമാണ്. പിന്നെ മൂന്നാമത്തെ ആൾ മഹബത്തും. കുറച്ചങ്ങ് കാസർഗോഡ് എത്തുമ്പോൾ അത് ലയിച്ച് തീർന്നിട്ട് മുഹിബിനെ കാണുന്നില്ല, മഹബത്തും മഹബൂബേ ഉണ്ടാവുള്ളൂ. കുറച്ചങ്ങോട്ട് എത്തിയാൽ മഹബൂബ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ശരിക്കും മഹബത്ത് എന്നുള്ളത്. ഒരാൾ വേറൊരാൾ മഹബത്ത് വെച്ചാൽ മഹബൂബ് മാത്രം ലോകത്ത് നിലനിൽക്കുന്ന പ്രോസസ്സാണ് ശരിക്കുള്ള ഹക്കീക്കത്തുൽ മഹബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഡിലീറ്റ് ആവും, അറിയാതെ ഉരുകി തീരല. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് മാൻ അഫാനി മാലു കത്തു മാൻ അഫാനി മാലു അബൂബക്കർ, അബൂബക്കറുടെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും എനിക്ക് ലോകത്ത് ആരുടെയും സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു കരയണത്. എന്താ സിദ്ദീഖ് കരയെന്ന് വെച്ചപ്പോൾ തങ്ങൾ എന്തിനാണ് അബൂബക്കറിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? അബൂബക്കറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ലല്ലോ. അബൂബക്കറിൻ്റെ സ്വത്തും തങ്ങൾക്ക് തന്നല്ലേ, എന്തിനാ തങ്ങൾ അബൂബക്കർ ആ പേര് വേണ്ടനെ കേട്ടങ്ങൾ? അബൂബക്കർ അങ്ങോട്ട് ഡിലീറ്റ് ആക്കി. അതാണ് അതിൻ്റെ ഒരു രസം. അതാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഹിജറ വേളയിൽ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളെ നിർത്തിയിട്ട് ഇങ്ങനെ മുന്നിലേക്ക് ഓടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു വേക്കോട്ടേക്ക് ഓടുന്നുണ്ട്. ആന്താ സിദ്ദീഖ് മുന്നോട്ടേക്ക് ഓടുന്നത്? അല്ല, തങ്ങളെ ആക്രമിക്കാൻ വല്ല ശത്രുക്കളും വരുന്നുണ്ടോ എന്ന് പേടിച്ചിട്ട്. പിന്നെ ബേക്കോട്ടേക്ക് ഓടുന്നതോ? ആ മുമ്പിലേക്ക് ഓടുമ്പോൾ എനിക്ക് പെട്ടെന്ന് പേടി മാറിയിട്ട് വേറൊരു പേടി വരും. അതെന്താ? വേക്കുന്ന ശത്രുക്കൾ ആരെങ്കിലും വരുമോ? അപ്പം പിന്നെ വലത്തോട്ടേക്ക് ഓടുന്നുണ്ട്, ഇപ്പം പേടി ഇങ്ങോട്ടൊന്ന് വരുമോന്നാണ്. പിന്നെ ഇങ്ങോട്ട് ഓടുന്നുണ്ടല്ലോ, അങ്ങോട്ടൊന്ന് വരുമോന്നൊരു പേടി. പിന്നെ സിദ്ദീഖ് അങ്ങക്ക് പേടി മൊത്തം മിക്സഡായിട്ട് തങ്ങളുടെ ചുറ്റും ഇങ്ങനെ റൗണ്ട് ഓടാൻ തുടങ്ങി ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന്. അപ്പോൾ സിദ്ദീഖ് ശത്രുക്കൾ വന്നാൽ തങ്ങളെ ആക്രമിക്കുമെന്ന് പേടി. അപ്പോൾ സിദ്ദീഖ് മുന്നോട്ടേക്ക് പോയ മുന്നിൽ ശത്രുക്കൾ ആരും കണ്ട് ശത്രുക്കൾ അബൂബക്കറിനെ വല്ലതും ചെയ്താൽ അതിന് അബൂബക്കർ ഇല്ലല്ലോ. അബൂബക്കറിൻ്റെ മനസ്സിൽ അബൂബക്കറിന് എന്തെങ്കിലും ആവുമെന്ന് പേടി വേണമെങ്കിൽ ആദ്യം അബൂബക്കറിൻ്റെ മനസ്സിൽ അബൂബക്കർ വേണ്ടേ? തങ്ങൾക്കാവുമെന്നല്ലേ പേടിയുള്ളൂ. ആ ഗുഹയിലേക്ക് എത്തിയ സമയത്ത് തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നത് ബുഖാരിയിലില്ലേ, മക്കാനൊക്കെ യാ റസൂലല്ലാഹ് തങ്ങളൊന്ന് ഗുഹൻ്റെ പുറത്തിരിക്കുമോ? അതെന്തിന് ഗുഹ ഒന്ന് വൃത്തിയാക്കാൻ? അതെന്തിനാ വൃത്തിയാക്കും? വല്ല ഇഴജന്തുക്കളുണ്ടെങ്കിൽ എന്താ പ്രശ്നം? കുത്തൂലേ, കടിക്കൂലേ? അപ്പോൾ അബൂബക്കറിനെ കുത്തൂലേ? പിന്നെ അബൂബക്കർ ഇല്ലല്ലോ, പിന്നെ അബൂബക്കർ വേണ്ടേ? അങ്ങനെ മൊത്തം ഗുഹയിലെ ദ്വാരങ്ങൾ വൃത്തിയാക്കുമ്പോൾ ഫസ്റ്റ് ഒന്ന് വിരലിന് മുറിവൊക്കെ വരുന്നുണ്ട്. ആകെ ഒരു വിരലിന് മുറിവേറ്റതാണോ അബൂബക്കർ വലിയ പ്രശ്നം എന്നിങ്ങനെ ഒരു കവിത പാടലുണ്ടല്ലോ എല്ലാവരും. ഇന്നന്തി ഇല്ല ഇസ്ബഹുന്തമൈത്തി, വല്ല കാര്യം.
അങ്ങനെ എല്ലാ ദ്വാരങ്ങളും അടച്ചു. ഒരു ദ്വാരം ബാക്കിയുണ്ട്. ആ ദ്വാരം കാലുകൊണ്ട് അങ്ങോട്ട് വെച്ചിട്ട് താലിയാ റസൂലോ തങ്ങൾ വരിയെന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങൾ അവിടെ വന്ന് തങ്ങളൊന്ന് ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട്. അപ്പോൾ കാലിന് പാമ്പ് കുത്തി. ശരിക്കും കാലാണ് വലിക്കേണ്ടത്, പക്ഷെ കാല് വലിക്കണില്ല. കാരണം ലോകരാജാവിൻ്റെ തലയാണ് അനക്കൂലാന്ന് ദൃഢപ്രതിജ്ഞ എടുത്തൊരു മനസ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ആ തലയാണ് അനക്കാൻ പറ്റില്ലല്ലോ, ലോകരാജാവിൻ്റെ തലയാണല്ലേ. പിന്നെ സിദ്ദീഖങ്ങളുടെ കൺട്രോളിലല്ലാത്തൊരു സംഗതിയായിരുന്നു വേദന കൂടിയാൽ കണ്ണീര് വരണോ വേണ്ടിയോ എന്നുള്ള സിദ്ദീഖങ്ങൾ തീരുമാനിക്കണമല്ല. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന റിഫ്ലക്ഷനാണ്. വെള്ളം ഉറ്റിപ്പോയി. അന്നേരം പിന്നെ സിദ്ദീഖങ്ങൾക്ക് പിന്നെ വരുന്ന വെള്ളം പാമ്പിൻ്റെതല്ല, ഉറ്റിപ്പോയ കണ്ണീറിൻ്റെ വേദനയാണ്. അപ്പോൾ തങ്ങൾ സിദ്ദീഖുള്ളാഹിനോട് ഞെട്ടിയിട്ട് ചോദിച്ചു, മാബിക്കായ അബൂബക്കർ, അബൂബക്കറിന് എന്താ പറ്റിയത്? 2 ഉത്തരമുണ്ട് ചോദ്യത്തിന്. ആദ്യത്തെ ഉത്തരം ചോദ്യം ചോദിച്ചല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു ഉത്തരം, രണ്ടാമത്തത് ഒറിജിനൽ ഉത്തരം. ചോദ്യം ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞത് പാമ്പോ മറ്റോ കടിച്ചാന്ന് തോന്നുന്നു. അടുത്ത ഉത്തരം ഫിദാക്ക അബീവ ഉമ്മിയ റസൂലുള്ള, സോറി നബി, ഞാൻ ഉറ്റിച്ചതല്ല, ഉറ്റിപ്പോയതാണ്, അബൂബക്കറിന് മാപ്പാക്കണം. ഉണ്ടോ കണ്ണുങ്ങൾ? അപ്പം ഇപ്പോൾ ഈ അബൂബക്കർ ഞങ്ങളുടെ ബേജാറെന്താ വെച്ചാൽ പാമ്പ് കടിച്ചതല്ല, ലോകരാജാവിൻ്റെ അസുഖ നിദ്ര എന്നെ കൊണ്ട് ശല്യപ്പെട്ടു പോയോ എന്നുള്ളതാണ്. ഗുഹയിൽ നിന്നൊക്കെ നമുക്ക് മെല്ലെ പുറത്തിറങ്ങിയാലേ പിന്നെ ഒരു കാഴ്ച കാണുന്നുണ്ട്. അബൂബക്കറിൻ്റെ കയ്യിൽ നല്ലൊരു ജോഡി ഡ്രസ്സ് കണ്ടിരുന്നല്ലോ കയ്യിൽ. അത് മൊത്തം കീറിയിട്ടാണല്ലോ ദ്വാരങ്ങൾ അടച്ചത്. പിന്നെയും ദ്വാരം ബാക്കിയുണ്ടായിരുന്നു, ഡ്രസ്സ് തീർന്ന്. അപ്പം പിന്നെ കാലട വെച്ചു. ആടുന്നാണ് ഈ കടിയെല്ലാം കിട്ടിയതേ. അപ്പോൾ ഇനി അബൂബക്കറിൻ്റെ യാത്രയിൽ ഡ്രസ്സ് വേണ്ടേ? അതിന് അബൂബക്കർ ഇല്ലല്ലോ, ഇടാൻ ഒരാൾ വേണ്ടേ? പിന്നെ ഒരാളില്ലല്ലോ. അങ്ങനെ വഴിയിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട്. ആ പാല് കലശമായ ദാഹമുള്ള സിദ്ദീഖങ്ങൾക്ക് വലിച്ചു കുടിക്കാനുള്ള മനസ്സൊക്കെ വരേണ്ടതാണ്. പക്ഷെ തങ്ങൾക്ക് കൊടുത്തു. തങ്ങൾ പകുതി കുടിച്ചു. ഇനിയും കുടിക്കും നബിയെ, 3/4 ഭാഗം ഇനിയും കുടിക്കുന്നു. ഫുള്ള് കുടിച്ചു. കാലി ഗ്ലാസ് നോക്കിയിട്ട് സിദ്ദീഖുള്ളാഹിന് പറയുന്നുണ്ട്, ഒരു തുള്ളീന് ബാക്കിയില്ല കേട്ടോ, എൻ്റെ ദാഹം മാറി നബിയെ. എന്ന് പറഞ്ഞാൽ എൻ്റെ ദാഹം എന്ന് പറഞ്ഞാൽ തങ്ങളെ ദാഹം മാറി. തങ്ങളേലേ ഉള്ളൂ, സിദ്ദീഖില്ലല്ലോ. ഇതാണ് ശരിക്കുള്ള മഹബത്ത് എന്ന് പറയുന്നത്. ഈ മഹബത്തിലേക്ക് യാത്ര കുറേ പോകാനില്ലേ നമുക്ക്? എത്ര സഞ്ചരിക്കാനുണ്ട്. അത് ശരിക്കും മുഹറമിലൊന്നും തുടങ്ങിയാൽ പോരാന്ന് എൻ്റെ വിചാരം. എത്രയോ കാലം മുമ്പ് ആരംഭിക്കേണ്ട ഒരു യാത്രയാണ്. അങ്ങക്ക് കിതാബ് എന്നല്ലാണ്ട് ലോകത്ത് വേറെ എവിടുന്നും അത് നമുക്ക് കിട്ടാനില്ല. ആ കിതാബ് തന്നെ കിട്ടണം. അങ്ങനെ സയദ് അങ്ങക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിതാബ് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചപ്പോൾ കുട്ടികൾ ക്ലാസ്മേറ്റൊക്കെ മണ്ടൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പര്യായപദം തന്നെ മണ്ടൻ എന്നുള്ളതിൻ്റെ പദം പൊട്ടൻ എന്നുള്ളതിൻ്റെ പര്യായപദത്തിൻ്റെ ഒരു വേറൊരു വേർഡായിരുന്നു സയദ്. നീ പൊട്ടനാവല്ലേ എന്നുള്ളതിന് വേണമെങ്കിൽ സയദ് ആവല്ലേ എന്ന് പറയാം. അത്രയും മണ്ടത്തരങ്ങളാണ് ഉത്തരം പറയാം. എത്രയും വൈകുന്നേരം കുത്തിയിരുന്ന് പഠിക്കും. കുട്ടികളൊക്കെ കളിക്കാൻ പോകുമ്പോൾ കുട്ടികൾ തന്നെ മൂപ്പരെ കളിയാക്കും, ഈ പഠിച്ചിട്ട് എന്താ വേണ്ടത്? പക്ഷെ പാവ അവിടെ കുത്തിയിരുന്ന് പഠിക്കും. ഓരോ ആരോ പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ എന്നെ കളിയാക്കിയിട്ട് കൊല്ലുന്നത്? അല്ലെങ്കിൽ എനിക്ക് തലയിൽ കയറുന്നില്ല. തങ്ങൾ വഫാത്തായിട്ട് 10-600 കൊല്ലം കഴിഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞു, മൂന്നാമത് സ്ട്രോങ്ങിൽ അത് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദുഉക, റസൂൽ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അതൊന്ന് വെറുതെ ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി നോക്കും. മരച്ചുവട്ടിൽ സ്വഹാബത്തിൻ്റെ നടുവട്ടത്തിൽ തങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ ചോദിച്ചു, അല്ല സയദ്, ഞാൻ വിളിച്ചിട്ട് എന്താ വരാത്തത്? അപ്പോൾ സയദ് എന്ന കുട്ടിക്ക് ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഇങ്ങനെയായിരുന്നു, പഠിച്ചിട്ടൊന്നും തലേക്ക് ഒന്നും തലേക്ക് എറിഞ്ഞില്ല നബിയെ. റഹ്മത്തുല്ലിൽ ആലമീൻ പറഞ്ഞു, ഒന്ന് വായ തുറന്ന മോനെ, ഇഫ്തഹ് ഫാക്ക്. ആ വായിലേക്കൊന്ന് തുപ്പിക്കൊടുത്തു. പിന്നെ ഒരു ഐതിഹാസിക വിപ്ലവമാണ് ആ നിമിഷം മുതൽ ലോകം സാക്ഷിയാവുന്നത്. ഈ സയദ് എന്ന കുട്ടി പിറ്റേന്ന് ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു ചോദ്യം, ആ ചോദ്യം കേട്ടപ്പോൾ ഷേഖ് അലുദ് തങ്ങൾ സീറ്റിൽ നിന്ന് എണീച്ചെന്നിട്ട് ആ കുട്ടീനെ പിടിച്ചിട്ട്, ഇനി മോന് മുദരിസ്. പിറ്റേത്തെ കൊല്ലാന്ന് സഞ്ചാൻ്റെ ഷറഹ് എഴുതുന്നത് 16ാമത്തെ വയസ്സിൽ. ആ മോന സയദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. മുഖ്തസറും മുത്തവ്വലും ഷർലക്ക ഇതൊക്കെ എഴുതിയത്. നിങ്ങൾ കിതാബിൽ കുത്തിയിരിക്കുക. അതന്നെ ഏറ്റവും വലിയ നമ്മളെ ആംഗിളിലെ മഹബത്ത് എന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ഞാൻ എന്ന സാധനം ഇങ്ങനെ പൊളിഞ്ഞ് തകർന്നു പോകും. 2 ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട് സമയമായി ഇമാമക്കണമെന്ന്. സമയമായപ്പോൾ ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചോദ്യം. അതിന് സിദ്ദീഖ് റളിയല്ലാഹു ഇമാമത്ത് വന്നു. അപ്പോൾ തങ്ങൾ വന്നതെന്ന് സ്വഹാബത്തിന് മനസ്സിലായപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ ചുരുണ്ട് കൂടി. തങ്ങൾ ഒന്നാം സഫിലെത്തി എന്ന് ഫലം അഹസ്സ അബൂബക്കർ, സിദ്ദീഖ് റളിയല്ലാഹുവിന് മനസ്സിലായി. സിദ്ദീഖ് ഞങ്ങൾ ബാക്കോട്ടേക്ക് വരാൻ തുടങ്ങി. അബൂബക്കർ അലാ ഫിസ്വല, നിസ്കാരല്ലേ അബൂബക്കറെ, നിസ്കാരത്തിലാണോ ബാക്കോട്ട് വരുന്നത്? സിദ്ദീഖ് ഞങ്ങൾ നിന്നിട്ടൊന്നുമില്ല, ബാക്കോട്ട് തന്നെ വന്ന് തങ്ങൾ മുന്നിൽ നിന്ന് നിസ്കാരമൊക്കെ തുടർന്ന് പൂർത്തിയാക്കി. നിസ്കാരം കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് തങ്ങളുടെ ഒരു ചോദ്യം, അബൂബക്കറിനോടല്ലേ ഞാൻ പറഞ്ഞത് അവിടെ തന്നെ നിൽക്കാൻ, എന്നാ നിൽക്കാതിരുന്നത്? ഇനി ഉത്തരം പറയാനുള്ള മൈക്ക് സിദ്ദീഖ് അങ്ങളിലേക്ക് നമുക്ക് കൈമാറാം. സിദ്ദീഖ് അങ്ങളാണ് ഉത്തരം പറയേണ്ടത്. അബൂബക്കറിനോട് ഞാനല്ലേ പറഞ്ഞത് അവിടെ തന്നെ നിൽക്കാൻ? ഉത്തരം പറയേണ്ട ആളെ നമുക്കൊരു 2 മിനിറ്റ് പരിചയപ്പെടാം. ആരാണ് ഈ ഉത്തരം പറയേണ്ട ആൾ? സിദ്ദീഖ് റളിയല്ലാഹു. ആരാണ്? ലോകത്ത് 360 നന്മ ഉണ്ട്, ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ താഴ്മയുള്ള ചോദ്യം, എനിക്ക് എന്തുണ്ടാവാൻ? എന്നാലും ചോദിക്കുക, അഫിയ ഹസലത്തുൻ വാഹിദ, ഈ അബൂബക്കറിന് എന്തെങ്കിലും ഒന്നുണ്ട് നബിയൻ? അപ്പോൾ ഞങ്ങളെ മറുപടി, മോനെക്കുറിച്ച് ഇവിടെ ചർച്ചയില്ല, മോനിക്ക് 360 ഉണ്ട് കേട്ടോ. ആ സിദ്ദീഖ് അങ്ങളെ ഇനി ഉത്തരം പറയേണ്ടത്. പറയും, അബൂ ഖുഹാഫൻ്റെ മോനായ അബൂബക്കർ ഞാൻ പറഞ്ഞിട്ട് എന്താ നിൽക്കാതിരുന്നത്? അതിന് അബൂബക്കർ സിദ്ദീഖിൻ്റെ മറുപടി എന്താ പറയുക? ലോകത്താദ്യമായിട്ട് അമ്പിയാക്കൾക്ക് ശേഷം സ്വർഗ സീറ്റ്, പോകുമ്പം തന്നെ സ്വർഗത്തിൻ്റെ 8 വാതിൽ തുറക്കപ്പെടൽ, 360 നന്മ ഒക്കെ അബൂബക്കറിന് ഉണ്ടാവുമായിരിക്കും. പക്ഷേ അബൂ ഖുഹാഫൻ്റെ മോനെ മുത്തുനബീൻ്റെ മുന്നിൽ നിൽക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല നബിയെ. അതിന് മാത്രമൊന്നും അബൂബക്കർ വളർന്നിട്ടില്ല, അത്രയൊന്നും അബൂബക്കർ ആയിട്ടില്ല. അങ്ങനെ അബൂബക്കറിന് അങ്ങനെ പലതും ആൾക്കാർ പറയും, അതിന് മാത്രമൊന്നും അബൂബക്കർ. കണ്ടോ, ഞാനില്ലാത്തൊരാൾ. അതാണ് മഹബത്തിൻ്റെ കാമ്പായ ഒരു ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായി രൂപപ്പെടുന്നൊരു സ്വഭാവത്തെയാണ് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യണം ചെയ്യും. അതെന്ന് പറയാം, ഹിദ്മത്ത് ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഹിദ്മത്ത്. ശരിക്കും ഈ സുൽത്താനുൽ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അതാണ്, ഹിദ്മത്ത്. ഈ ഉമ്മത്തിന് ഹിദ്മത്ത് എടുക്കുക എന്ന് പറയും. അത് നമ്മളിൽ രൂപപ്പെടും. ഷെയ്ഖ്സാദ തങ്ങളില്ല, നമ്മളെ ബൈലാവിൻ്റെ മഹർഷി, ഒരു ഖാളിയായിരുന്നല്ലോ. ആഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയും ചെയ്യും. ഇത് ആഴ്ചയിൽ കണ്ടാൽ പോരാ എന്ന് വിചാരിച്ചിട്ട് ഖാളി സ്ഥാനമൊക്കെ മാറ്റി വെച്ചു. കാരണം ഖാളിയാകുമ്പോൾ കുറേ നാട്ടുകാരോട് ഇടപെടേണ്ടി വരും, അതൊക്കെ ഒന്ന് മാറുക. ആഴ്ചയിൽ വരുന്ന തങ്ങൾ വരവ് നിർത്തി. അപ്പോൾ അമളി മനസ്സിലായ ഷെയ്ഖ്സാദ തങ്ങൾ വീണ്ടും ഖാളി സ്ഥാനം ഏറ്റെടുത്തു. അപ്പോൾ തങ്ങൾ അതാ മനാമിൽ വരുന്നു. ലിമ തഅഖർത യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ എന്താ വരാതിരുന്നത്? ഞാനും നീയും തമ്മിലുള്ള വുസ്ലത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ തന്നെ നീ ആ ഖാളിയായപ്പോൾ എൻ്റെ ഉമ്മത്തിൽ എത്ര ആളെ പ്രശ്നം തീർക്കുന്നുണ്ട്, അതല്ലേ ബന്ധം. അത് ഒഴിവാക്കി, പിന്നെ ഞാനും ഒഴിവാക്കി. അപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ സംഘടനാ സജീവ സാന്നിധ്യം ഉണ്ടാവണം. അപ്പോഴേ ആഖിറത്തിലൊക്കെ കഴിച്ചിലാവും, രക്ഷപ്പെടുകയുള്ളൂ. ഖുർആൻ തന്നെ നമുക്ക് മനസ്സിലാവണ ഒരു ഭാഷയിൽ ചോദിക്കണ്ടല്ലോ, ഫലഖ്തഹമൽ അഖബ, ആഖിറത്തിലെ കടമ്പകളൊക്കെ നിങ്ങൾക്ക് വിട്ടുകിടക്കണ്ടേ? വമാ അദറാകമൽ അഖബ, ഈ കടമ്പകളൊക്കെ എങ്ങനെ വിട്ടെടുക്കാമെന്നറിയോ? എന്താ ഈ സംഭവം എന്നൊക്കെ അറിയോ? ഫക്കു റഖബ, യമനിൽ കുടുങ്ങിയ പെണ്ണിൻ്റെ വിഷയത്തിൽ സുൽത്താനുൽ ഉലമ ഇടപെടുന്ന രീതി കണ്ടിട്ടില്ലേ? അതുതന്നെയാണ് ആത്മീയ പ്രവർത്തനം. ഫക്കു റഖബ ഔ ഇത്ആം, യതീംഖാനയിലെ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഉസ്താദ്, അതുതന്നെ ഏറ്റവും വലിയ ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുതന്നെ നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മളെ കാലത്തെ കൊച്ചു കൊച്ചു ഖിദ്മത്ത് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് SSF എന്ന് പറയുന്നത്. SSF ഇന്ത്യയുടെ 1 ഡ്രോപ്പ് പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രഖ്യാപിച്ചതായിട്ട്. ഉത്തരേന്ത്യയിലെ മക്കൾക്ക് അലിഫും ബാവും പഠിപ്പിക്കപ്പെടണം. അവർക്ക് അള്ളാഹുവിനെയും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കണം. അതിനാണ് ഈ 1 ഡ്രോപ്പ് പദ്ധതി എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഭാഗമാവുകയും ഒരുപാട് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അതിലേക്ക് ചേർത്ത് സംഭാവന ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് നമ്മളൊക്കെ മുന്നിലുണ്ടാവണം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, കുറേ വാട്സപ്പിലെ ചർച്ചയും ശബ്ദ കോലാഹലങ്ങളും അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇല്ലാ മൻ അമറ ബിസ്വദഖ, പിരിവ് തന്നെയാണ് ആഖിറത്തിൽ കഴിച്ചിടാനുള്ള വഴി, കലക്ഷൻ. ഇല്ലാ മൻ അമറ ബിസ്വദഖ,
വൺ ഡ്രോപ്പ് പദ്ധതി വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.